Good morning, dear students. Good morning. How are you? Are you fine? Okay. So, നമുക്ക് എന്താ ബേസിക് സയൻസ് കുറച്ച് പഠിച്ചാലോ? എല്ലാവരും റെഡി അല്ലേ? ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ എല്ലാവരും? ഓക്കേ, നമ്മൾ ഏത് ചാപ്റ്റർ ആണ് സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്? ചാപ്റ്റർ 10. എന്താ പേരെന്താ? മൂവ്മെന്റ്സ് ഓഫ് ദ ബോഡി. അല്ലേ? ബോഡിയുടെ മൂവ്മെന്റ്സിനെ കുറിച്ച്, ചലനം എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ എവിടെ വരെ പഠിച്ചായിരുന്നു? എന്താണ് നമ്മൾ പഠിച്ചു നിർത്തിയത്? അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചു ആ ചാപ്റ്ററിൽ ഇവിടം വരെ? എന്തൊക്കെ പഠിച്ചു? നമ്മൾ പറഞ്ഞല്ലേ, നമുക്ക് മസ്കുലർ സിസ്റ്റം ഉണ്ട്, നെർവസ് സിസ്റ്റം ഉണ്ട്, സ്കെലറ്റൽ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് മസ്കുലർ സിസ്റ്റം എന്ന് വെച്ചാൽ അത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? കൺസിസ്റ്റ് ഓഫ് മസിൽസ് അല്ലേ, പേശികൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ മസ്കുലർ സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞ നെർവസ് സിസ്റ്റം? നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ്? നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് the brain and spinal cord അല്ലേ, ബ്രെയിനും സ്പൈനൽ കോഡും നെർവസും കൂടെ ചേർന്നിട്ടുള്ളതാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന എന്താ? സ്കെലറ്റൽ സിസ്റ്റത്തെ കുറിച്ച്, നമ്മുടെ അസ്ഥികൂട വ്യവസ്ഥയെ കുറിച്ചായിരുന്നു അല്ലേ. അപ്പം നമ്മുടെ അസ്ഥികൂട വ്യവസ്ഥയിൽ നമുക്ക് എത്ര 206 ബോൺസ് ഉണ്ട്, 206 അസ്ഥികൾ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളല്ലേ, കൊച്ചുങ്ങൾ ജനിക്കുമ്പോൾ അവർക്ക് എത്ര അസ്ഥി ഉണ്ടെന്ന് പറഞ്ഞു? 300 ബോൺസ് ആണ്. പിന്നെ അവർ വളർന്നു വരുന്തോറും അസ്ഥികൾ ചുരുങ്ങുകയും വലിയ ഒന്നാവുകയൊക്കെ ചെയ്ത് 206 അസ്ഥികളായിട്ട് അത് മാറുന്നു. പിന്നെ നമ്മുടെ അസ്ഥികൂട വ്യവസ്ഥയിൽ ഓരോ അസ്ഥികൾക്കുള്ള ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞു അല്ലേ. നമ്മുടെ സ്കള്ളിനെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്കള്ളിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ റിബ്സിനെ കുറിച്ച്, അങ്ങനെ കുറെ ഫംഗ്ഷൻസും കാര്യങ്ങളും നമ്മൾ പഠിച്ചു. പിന്നെ ഇഞ്ചുറീസ്, നമുക്ക് സാധാരണ മുറിവ് പറ്റുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണും, മരുന്ന് മേടിക്കും അല്ലേ, ആ മുറിവ് ഉണങ്ങും. അപ്പൊ അതുപോലെ നമ്മുടെ ബോൺസിന് എന്തെങ്കിലും മുറിവോ ഇഞ്ചുറിയോ ഒക്കെ വരുമ്പോൾ ഏത് ഡോക്ടറെയാണ് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത്? ആ ഡോക്ടറുടെ പേരെന്താ? ഓർത്തോപീഡിയക് സർജനെ നമ്മൾ കൺസൾട്ട് ചെയ്യും. ഇപ്പൊ ഡോക്ടർ നമ്മുടെ ആ ബോണിന്റെ മുറിവ് അല്ലെങ്കിൽ ഇഞ്ചുറി എങ്ങനെ കണ്ടെത്തുന്നത്? ഒരു എക്സ്റേ എടുക്കും അല്ലേ, ഏത് ഭാഗത്ത്, ഇപ്പൊ കൈയുടെ മുട്ടോ അല്ലെങ്കിൽ കാൽമുട്ടോ എവിടെയാണോ തട്ടുന്ന മുറിവ് സംഭവിക്കുന്നത് അവിടെ അതിന്റെ ഒരു എക്സ്റേ എടുത്തിട്ടാണ് ഡോക്ടർ മനസ്സിലാക്കുന്നത് ആ ബോണിൽ എന്തെങ്കിലും ക്ഷതമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചതവോ ഒടിവോ ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കും. അപ്പൊ അതനുസരിച്ച് പ്ലാസ്റ്റർ ഇടും, ബാൻഡേജ് ഇട്ടുണ്ടെന്നാണെങ്കിൽ ബാൻഡേജ് ചുറ്റും, മരുന്ന് തരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്പറേഷൻ ഒക്കെ ചെയ്തതാണെങ്കിൽ അങ്ങനെ ചെയ്യും. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. പിന്നെ നമ്മൾ സ്കള്ളിനെ കുറിച്ച് പറഞ്ഞില്ലേ, നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നമ്മുടെ സ്കൾ എന്ന് പറയുന്നത്. നമ്മുടെ സ്പൈനിനെ കുറിച്ച് പഠിച്ചു, റിബ് കേജിനെ കുറിച്ച് പറഞ്ഞു, പിന്നെന്താണ് ആം, ഹാൻഡ്, ഷോൾഡറിലെ ബോൺസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹിപ്പ് ബോൺ, ഇടുപ്പലിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. പിന്നെന്താ ലെഗിലെയും ഫൂട്ടിലെയും ബോണിനെ കുറിച്ച് പഠിച്ചു. ജോയിന്റ്സ്, സന്ധികളെ കുറിച്ച് നമ്മൾ പഠിച്ചു. സന്ധികളെ തന്നെ നമ്മൾ എന്താണ് ഫിക്സഡ് ജോയിന്റ്സും ഉണ്ട് അല്ലേ, 2 ടൈപ്പ് ഓഫ് ജോയിന്റ്സ് ഉണ്ട്, ഫിക്സഡ് ജോയിന്റ്സും ഉണ്ട്, മൂവബിൾ ജോയിന്റ്സും ഉണ്ട്. 2 തരത്തിലുള്ള ജോയിന്റ്സ് ഉണ്ട്, ഫിക്സഡ് ജോയിന്റ്സ്, മൂവബിൾ ജോയിന്റ്സ്. അതുപോലെ തന്നെ പിന്നെന്താണ് ഈ മൂവബിൾ ജോയിന്റ്സിനെ തന്നെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞു. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്സ്, ഹിഞ്ച് ജോയിന്റ്സ്, പിവോട്ട് ജോയിന്റ്സ്, എന്താണ് ഗ്ലൈഡിംഗ് ജോയിന്റ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. എല്ലാവർക്കും ഓർമ്മയില്ലേ? ഓക്കെ, അപ്പൊ നമുക്കിനി ഈ ചാപ്റ്ററിന്റെ ബാക്കി പഠിക്കാം. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? മൂവ്മെന്റ്, നമ്മുടെ ചലനത്തെ കുറിച്ച്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്താണല്ലേ? മൂവ്മെന്റ് ഓഫ് ദ ബോഡി. അപ്പൊ നമുക്കിനി മൂവ്മെന്റിനെ കുറിച്ച് നോക്കാം. മോസ്റ്റ് ആനിമൽസ് ക്യാൻ മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ അല്ലേ. മോസ്റ്റ് ആനിമൽ എന്ത് ചെയ്യുന്നു? ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്നു, ചലിക്കുന്നുണ്ട്. നമ്മൾ ആ ചെയ്യുന്നില്ലേ ചലനം? നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നടന്നു പോകാറില്ലേ, അല്ലെങ്കിൽ ഒരിടത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മൾ ചലിക്കാറുണ്ട്. This type of movement is called locomotion. അപ്പോൾ ഇത്തരത്തിലുള്ള ചലനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇത്തരത്തിലുള്ള മൂവ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോക്കോമോഷൻ. എന്ത് വിളിക്കും നമ്മൾ? ലോക്കോമോഷൻ. എന്താ ടീച്ചർ പറഞ്ഞത്? Most animals can move from one place to another. This type of movement is known as locomotion. ഇത്തരത്തിലുള്ള ചലനത്തെ നമ്മൾ ലോക്കോമോഷൻ എന്ന് വിളിക്കുന്നത്. We use our legs for locomotion. We also move different parts of our body to bend, sit, stretch, turn and so on. എന്താണ് നമ്മൾ നമ്മുടെ ലോക്കോമോഷന് വേണ്ടിയിട്ട് നമ്മൾ കാലുകൾ യൂസ് ചെയ്യുന്നത് അല്ലേ. കാല് ഉപയോഗിച്ച് നടന്നിട്ടാണ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നത്. We also move different parts of our body to bend, sit, stretch, turn and so on. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിൽ നമ്മൾ പലതരത്തിലുള്ള മൂവ്മെന്റുകൾ ചെയ്യുന്നുണ്ട് അല്ലേ. ഈ നടക്കുന്ന മാത്രമല്ല, നമ്മൾ ബോഡി വളയ്ക്കാറുണ്ട് അല്ലെ, ഇരിക്കാറുണ്ട്, നമ്മൾ തിരിയാറുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ബോഡി ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ചലനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. What makes movement possible are the joint. അപ്പോൾ ഈ മൂവ്മെന്റ് എല്ലാം നമുക്ക് സാധ്യമാകുന്നത് എന്ത് വഴിയാണ്?
എന്തുവഴിയാ? നമ്മുടെ ജോയിൻസ് ഇല്ലേ, സന്ധികൾ വഴിയാണ് നമ്മുടെ ഇത്തരം ചലനങ്ങൾ സാധ്യമാക്കുന്നത്. എന്തുവഴി? ജോയിൻസ് വഴി. If our skeleton were made of one bone, we would not be able to move. നമ്മുടെ അസ്ഥികൂടത്തിൽ നമ്മൾ പറഞ്ഞു ഒരുപാട് ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, നമ്മുടെ അസ്ഥികൂടത്തിന് ഒരുപാട് ബോൺ ഇല്ലാതെ, അസ്ഥികൾ ഇല്ലാതെ ഒരു അസ്ഥി മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ചലിക്കാൻ പറ്റൂ? നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ എവിടെയെങ്കിലും? ഇല്ല. നമുക്കൊന്ന് ഇരിക്കാൻ പറ്റുമോ? വളയാൻ പറ്റുമോ? തിരിയാൻ പറ്റുമോ? ഇല്ല ഇല്ലേ? അപ്പം നമ്മുടെ അസ്ഥികൂടത്തിന് സ്കെൽറ്റിന് ഒരു അസ്ഥി മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ചലനമൊന്നും സാധ്യമാകില്ലായിരുന്നു. Imagine the arm without the joint at the elbow. You would not be able to bend it, which would make even the simple task of putting food into your mouth impossible. അപ്പോൾ എന്താണ് നമ്മുടെ ഇങ്ങനെ കൈമുട്ടും ഇല്ലേ, എന്താ എൽബോയും നമ്മുടെ അതുപോലെ തന്നെ ആമും തമ്മിൽ ജോയിന്റ് അതിനെ ബന്ധിപ്പിക്കുന്ന സന്ധികൾ ഇല്ലാന്നെങ്കിൽ നമുക്കിങ്ങനെ കൈ വളയ്ക്കാനോ വല്ലതും പറ്റുമോ? ഇല്ല. പോട്ടെ, നമുക്കൊരു എന്താ ഒരു സിമ്പിൾ കാര്യമായിട്ടോ ഫുഡ് എടുത്ത് നമ്മുടെ വായിൽ വെക്കാൻ പോലും നമുക്ക് ഈ സന്ധികളും അല്ലെങ്കിൽ ഈ ജോയിൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ ഒരുപാട് അസ്ഥികൾ നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ജോയിൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഫുഡ് എടുത്ത് വായിൽ വെക്കാൻ സാധിക്കുന്നതും ഇത് നമ്മളിങ്ങനെ ബന്ധം ഉള്ളത് കൊണ്ടാണ് അല്ലേ, ഇതിനെ ബന്ധിപ്പിച്ചിരിക്കുന്ന അസ്ഥികൾ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് കൈയൊക്കെ വളയ്ക്കാനും തിരിക്കാനും നമ്മുടെ ഇഷ്ടത്തിന് ചലിപ്പിക്കാനും സാധിക്കുന്നത്. അതുപോലെ തന്നെ എന്താ ഫുഡ് പോലും നമ്മുടെ വായിൽ വെക്കാൻ സാധിക്കുന്നത് ഈ ജോയിൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ്. Okay, ligaments which been bonds which make it possible for them to move by stretching and relaxing. അപ്പോൾ ഈ നമ്മുടെ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ലിഗ്മെന്റ് ഇല്ലേ, ലിഗ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആ അസ്ഥികളെ വലിച്ചു നീട്ടുകയോ അവയെ വിശ്രമിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ മൂവ്മെന്റിനെ അല്ലെ അവയെ ചലിപ്പിക്കുന്നത് സാധ്യമാക്കുന്നു, ആ മൂവ്മെന്റ് പോസിബിൾ ആക്കി തരുന്നു. The cartilage cushioning bones make the movement smooth. നമ്മുടെ കാർട്ടിലേജ് കുഷനിങ് ബോൺസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ചലനത്തെ സ്മൂത്ത് ആക്കുന്നു. But what actually make bones move is the contraction and relaxation of the muscles attached to them. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചുരുക്കാൻ പറഞ്ഞാൽ നമ്മുടെ ചലനം എങ്ങനെ സാധ്യമാകുന്നത്? നമ്മുടെ ബോണിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന ആ പേശികളുടെ മസിൽസിന്റെ കോൺട്രാക്ഷനും അതുപോലെ തന്നെ റിലാക്സേഷനും കൊണ്ടാണ് ഈ ചലനങ്ങൾ സാധ്യമാകുന്നത്. Every bone capable of movement has muscles attached to by the elastic cord-like tissue called tendon. അപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ എല്ലുകളെ ചലിപ്പിക്കുന്നത് ഇല്ലേ, അവയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ പേശികളുടെ സങ്കോചവും എന്താ കോൺട്രാക്ഷനും സങ്കോചവും വിശ്രമത്തിന്റെയും ഫലമായിട്ടാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഈ ചലനശേഷിയുള്ള എല്ലാ അസ്ഥികളിലും എന്തുണ്ട്? ഒരു കഠിനവും ഇല്ലേ തോ ഇലാസ്റ്റിക് കോഡ്-ലൈക്ക് ടിഷ്യൂ കാൾഡ് ടെൻഡൻ. അപ്പൊ എല്ലാ ചലനശേഷിയുള്ള എല്ലാ അസ്ഥികളിലും കഠിനവും അതുപോലെ തന്നെ അല്ലെ ഇലാസ്റ്റിക്കുമായ പേശികൾ ഘടിപ്പിച്ചിരിക്കുന്നു. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഒരു ടിഷ്യൂ പോലാണ് ഇത് കാണപ്പെടുന്നത് അല്ലേ, ഒരു ടിഷ്യൂ പോലാണ് ഇത് കാണപ്പെടുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെൻഡൻ. എന്ത് വിളിക്കുന്നു നമ്മളതിനെ? ടെൻഡൻ. എന്താണ്? ചലനമുള്ള അല്ലെങ്കിൽ ചലനശേഷിയുള്ള എല്ലാ അസ്ഥികളിലും ഇത്തരത്തിൽ കഠിനവും ഇലാസ്റ്റിക്കും അതുപോലെ തന്നെ ചരട് കണക്കുള്ള ഒരു എന്തുണ്ടെന്ന് പറഞ്ഞോ, ചരട് അല്ലെങ്കിൽ ഒരു ചരട് പോലെയുള്ള ടിഷ്യൂ ഉണ്ട്, അതിനെ നമ്മൾ ടെൻഡൻ എന്ന് വിളിക്കുന്നു. When a muscle attached to a bone contract, it pull the bone and make it move. അപ്പോൾ നമ്മൾ എന്താണ് എല്ലിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു പേശി ഇല്ലേ, ആ പേശി ചുരുങ്ങുമ്പോൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ അത് ആ എല്ലിനെ എന്ത് ചെയ്യുന്നു? അല്ല, അത് ആ അസ്ഥിയെ വലിക്കുകയും ആ അസ്ഥിയെ ചലിപ്പിക്കുകയും ചെയ്യുന്നു. But it cannot push it back. എന്നാൽ എന്ത് ചെയ്യുന്നില്ല? ആ അസ്ഥിയെ അത് എന്ത് ചെയ്യുന്നില്ല? പിറകിലേക്ക് വലിക്കുന്നില്ല അല്ലേ, അല്ലെങ്കിൽ അതിനെ പിന്നോട്ട് തള്ളാൻ അതിന് കഴിയുന്നില്ല. So another muscle is required to pull it back in the opposite direction. അപ്പോൾ അതിനെ ആ അടുത്ത ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ മറ്റുള്ള അസ്ഥികളുടെ സഹായം വേണം. That is why muscles work in antagonistic pairs. അപ്പോൾ അതുകൊണ്ടാണ് ഈ അസ്ഥികൾ എന്ത് ചെയ്യുന്നത്? ഒരു antagonistic pairs ആയിട്ടില്ലേ, എന്താണ് ഒരു പരസ്പര വിരുദ്ധ ജോഡികളായിട്ട് ഈ എല്ലിങ്ങനെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, one muscle pull a bone away from the joint while its partner pull it back. ഒരസ്ഥി എന്ത് ചെയ്യുന്നു? ഈ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോയിൻസിനെ അല്ലേ, ഒരു മസിൽ ഒരു പേശികൾ ഒരു അസ്ഥിയെ മുന്നോട്ട് തള്ളുക, ജോയിൻസിൽ നിന്ന് മുന്നോട്ട് തള്ളുവാണെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ട് ചലിപ്പിക്കുകയാണെങ്കിൽ മറ്റൊരു അസ്ഥി ആയിരിക്കും ഇവയെ അല്ലെങ്കിൽ മറ്റൊരു പേശി ആയിരിക്കും ഈ അസ്ഥിയെ ബാക്കിലോട്ട് വലിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യാനായിട്ട് അസ്ഥികൾ എന്ത് ചെയ്യുന്നത്? പരസ്പര വിരുദ്ധ ജോഡികളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാരണം ഒരാൾ ബാക്കിലോട്ട് മുമ്പോട്ട് അസ്ഥിയെ തള്ളുവാണെങ്കിൽ
മറ്റ് അസ്ഥികൾ ബാക്കിലോട്ട് പേശികൾ അതിനെ തള്ളണം. അപ്പൊ അസ്ഥികൾ എങ്ങനെ പ്രവർത്തിക്കുന്നത്? അന്റഗോണിസ്റ്റിക് പെയേഴ്സ് ആയിട്ട് അല്ലേ, പരസ്പര വിരുദ്ധ ജോഡികളായിട്ടാണ് അവര് പ്രവർത്തിക്കുന്നത്. മസിൽസ് അല്ലേ, പേശികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു? അന്റഗോണിസ്റ്റിക് പെയേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അതായത് ഒരു പേശി മസിലിനെ മുമ്പോട്ട് തള്ളുന്നെങ്കിൽ മറ്റൊരു പേശി എന്താ ചെയ്യണം? ആ മുമ്പോട്ട് പോയ അസ്ഥിയെ വീണ്ടും പിറകോട്ട് തള്ളും. അപ്പം വ്യത്യസ്ത മസിലുകളാണ് ഈ ജോലികൾ ചെയ്യുന്നത്. നോക്കിക്കേ, the biceps and triceps in the upper arm are an example of such an antagonistic pair of muscles. അപ്പോൾ antagonistic pair of musclesന്റെ എക്സാമ്പിൾ ആണ് ബൈസെപ്സും ട്രൈസെപ്സും. നമ്മുടെ ആംസിലുള്ള അപ്പർ ആംസിലുള്ള ഈ ബൈസെപ്സും ട്രൈസെപ്സും എന്താണ്? ഈ antagonistic pairsന് എക്സാമ്പിൾ ആണ്. The contraction of the biceps pull the forearm up while the contraction of the triceps pull it back down. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ബൈസെപ്സിന്റെ കോൺട്രാക്ഷൻ നമ്മുടെ ഫോറാമിനെ പുള്ളപ്പ് ചെയ്യുന്നില്ലേ, പുള്ള് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലോട്ട് അല്ലേ, മുന്നോട്ട് അതിനെ തള്ളുന്നു. ഈ ട്രൈസെപ്സ് എന്ത് ചെയ്യുന്നു? അതിനെ കോൺട്രാക്ഷൻ ഓഫ് ട്രൈസെപ്സിന്റെ കോൺട്രാക്ഷൻ അതിനെ ബാക്കിലോട്ട് വലിക്കുന്നു. നമ്മൾ പറഞ്ഞത് നമ്മുടെ അസ്ഥികൾ അല്ലേ എന്താണ്, അല്ലെങ്കിൽ മസിൽസ്, അസ്ഥിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന മസിൽസ് ഒരു അന്റഗോണിക് പെയേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. അതായത് പരസ്പര വിരുദ്ധ ജോഡികൾ അല്ലേ, പരസ്പര വിരുദ്ധ ജോഡികളായിട്ടാണ് ഈ മസിൽസ് വർക്ക് ചെയ്യുന്നത്. കാരണം ഒരു മസില് ഒരു അസ്ഥിയെ മുമ്പോട്ട് തള്ളുന്നെങ്കിൽ മറ്റൊരു പേശിയായിരിക്കും അതിനെ ബാക്കിലോട്ട് തള്ളുന്നത്. നെക്സ്റ്റ് വൺ, ഹൗ വെർട്ടബ്രേറ്റ്സ് മൂവ് അല്ലേ, എന്താണ് കശേരുക്കൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് നോക്കിക്കേ. Animals that have a vertebral column are called vertebrates. അപ്പോൾ എന്താണ് വെർട്ടബ്രൽ കോളം ഉള്ള ആനിമൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെർട്ടബ്രേറ്റ്സ് അല്ലെങ്കിൽ കശേരുക്കളാണ് അല്ലേ. മോസ്റ്റ് വെർട്ടബ്രേറ്റ്സ് ഹാവ് എ skeleton of bones inside their body. അപ്പോൾ എല്ലോട് കൂടിയ ഒരു അസ്ഥികൂടം ഈ വെർട്ടബ്രേറ്റ്സിന്റെ എല്ലാം ഉള്ളിൽ അവരുടെ ശരീരത്തിലുള്ള എല്ലോട് കൂടിയ അസ്ഥികൂടം ഉണ്ടായിരിക്കും. Some like a shark have a skeleton of cartilage. അപ്പോൾ ചിലതിന് സ്രാവുകളെ പോലെ കരുണാസ്ഥിയുള്ള രീതിയിലായിരിക്കും കാണുന്നത്. Generally speaking, all vertebrates move with the help of bones and muscles. അപ്പോൾ എന്താണ് കശേരുക്കളെല്ലാം എങ്ങനെയാണ് മസിൽസിന്റെയും ബോൺസിന്റെയും സഹായത്തോടു കൂടിയാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. We will discuss the movement of snake, fish and birds in particular. അപ്പോൾ നമുക്ക് കശേരുക്കളുള്ള അല്ലെങ്കിൽ vertebrates ഉള്ള സ്നേക്കിനെയും ഫിഷിനെയും ബേർഡ്സിന്റെയും മൂവ്മെന്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എന്തോ പറഞ്ഞത് ഹൗ വെർട്ടബ്രേറ്റ്സ് മൂവ് അല്ലെ, എങ്ങനെ കശേരുക്കൾ മൂവ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആനിമൽസ് ദാറ്റ് ഹാവ് എ വെർട്ടബ്രൽ കോളം ഉള്ള ആനിമൽസിനെയാണ് നമ്മൾ വെർട്ടബ്രേറ്റ്സ് അല്ലെ കശേരുക്കൾ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വെർട്ടബ്രേറ്റ്സ് മൂവ് ചെയ്യുന്നത്? എങ്ങനെയാണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബോൺസ് ആൻഡ് മസിൽസ്. ബോൺസിന്റെയും മസിൽസിന്റെയും ഹെൽപ്പോട് കൂടിയാണ് ഈ വെർട്ടബ്രേറ്റ്സ് മൂവ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് സ്നേക്സിന്റെ അല്ലേ, എന്താ പാമ്പിന്റെ ആ ഒരു മൂവ്മെന്റ് ചലനം എങ്ങനെയാണുള്ളത്. അവിടെയാണ് സ്നേക്സ്. നോക്കിക്കേ, ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ദേ ഡു നോട്ട് ഹാവ് ലെഗ്സ്, സ്നേക്ക് ക്യാൻ മൂവ് വെരി ഫാസ്റ്റ് ഡ്യൂ ടു ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദെയർ ബാക്ക് ബോൺ. അപ്പൊ പാമ്പിനെ കണ്ടിട്ടില്ലാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കുന്നത്, എല്ലാവർക്കും പാമ്പിനെ അറിയാം. പാമ്പ് ഏത് രീതിയിലാണ് എഴുതി പോകുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇല്ലേ. പാമ്പിന് കാലുണ്ടോ നടന്നു പോവാൻ? ഇല്ല, പാമ്പിന് കാലില്ല, അത് എഴഞ്ഞാണ് പോകുന്നതെന്ന് നമുക്ക് അറിയാം. അപ്പൊ എന്താണ്? ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദേ ഡു നോട്ട് ഹാവ് ലെഗ്സ്, snake can move very fast due to the flexibility of their backbone. അപ്പൊ എന്താണ്? പാമ്പിന്റെ ആ ഒരു ബാക്ക് ബോണിന്റെ ഇല്ലേ, അതിന്റെ നട്ടലിന്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കാരണമാണ് പാമ്പിന് വലിയ സ്പീഡിൽ ഇങ്ങനെ എഴഞ്ഞു പോകാൻ സാധിക്കുന്നത്, അല്ലെ മൂവ് ചെയ്യാൻ സാധിക്കുന്നത്. A snake's vertebral column is made up of 100 to 400 vertebrae that are connected by ball and socket joints. അപ്പൊ എന്താണ്? ball and socket jointsുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന അല്ലേ 100 മുതൽ 400 വരെയുള്ള വെർട്ടബ്രേറ്റ്സ് നമ്മുടെ ഈ സ്നേക്കിന്റെ വെർട്ടബ്രൽ കോളം ഉണ്ടല്ലേ. 100 മുതൽ 400 വരെ വെർട്ടബ്രേറ്റ്സ് അടങ്ങിയ ball and socket joints ആയിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന എത്ര 100-400 കശേരുക്കളാണ് നമ്മുടെ ഈ പാമ്പിന്റെ വെർട്ടബ്രൽ കോളത്തിൽ ഉള്ളത്. 100 to 400 ball and socket joints നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അത്തരത്തിലുള്ള 100 മുതൽ 400 വരെ ഈ ball and socket ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന 100 മുതൽ 400 കശേരുക്കളാണ് നമ്മുടെ ഈ സ്നേക്കിന്റെ വെർട്ടബ്രൽ കോളത്തിൽ ഉള്ളത്. നോക്കിക്കേ, each vertebra is connected to a pair of ribs which are also connected to belly scale at the bottom. അപ്പോൾ എന്താണ്? അപ്പോൾ ഈ ഓരോ each vertebra ഈ ഓരോ കശേരുക്കളും എന്താണ്? കണക്റ്റഡ് ടു എ പെയർ ഓഫ് റിബ്സ്. ഈ ഓരോ കശേരുക്കളും ഒരു ജോഡി വാരിയൽ, ഓരോ ജോഡി വാരിയലുകളുമായിട്ട് കണക്ട് ചെയ്തേക്കുക, റിബ്സുമായിട്ട് കണക്ട് ചെയ്തേക്കുക. ഓരോ കശേരുക്കളും ഓരോ റിബ്സ്, ഓരോ ജോഡി വാരിയലുകളുമായിട്ട്
കണക്ട് ചെയ്തിരിക്കുന്നു. അതിനെ എന്താണ് ഇതിനെല്ലാം കൂടെ നമ്മൾ വെള്ളി സ്കെയിൽ, അതിന്റെ താഴെയുള്ള വെള്ളി സ്കെയിലുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പൊ എന്താ ടീച്ചർ പറഞ്ഞത്, ഈ പാമ്പിന്റെ ശരീരത്തിലുള്ള ഓരോ കശേരുക്കളെയും ഓരോ ജോഡി റിബ്സുമായിട്ട് വാരിയലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവയെ അതിന്റെ താഴെയുള്ള വെള്ളി സ്കെയിലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. Muscles attached to the ribs vertebrae are belly scales are responsible for the flexibility of snake's body. അപ്പൊ ആ ഒരു എന്താണ് സ്ട്രോങ് മസിൽസ്, അതിന്റെ ആ ശക്തമായിട്ടുള്ള പേശികൾ നമ്മുടെ വാരിയലിലും അതുപോലെ തന്നെ കശേരുകളിലും ഇല്ലേ ബെല്ലി സ്കെയിലിലും ഒക്കെ ഘടിപ്പിച്ചിരിക്കുന്ന ആ സ്ട്രോങ് മസിൽസ് ആണ് അതിന്റെ ഈ സ്നേക്സിന്റെ ശരീരത്തിലെ പാമ്പിന്റെ ശരീരത്തിന്റെ ആ വഴക്കത്തിന് കാരണം. ഉത്തരവാദം എന്തിനാണ്? നമ്മുടെ മസിൽസിനാണ്, സ്ട്രോങ് മസിൽസിന്. അതിന്റെ വെർട്ടബ്രയില് കശേരുകളിലും അതിന്റെ റിബ്സിൽ വാരിയലിലും അതിന്റെ ആ ബെല്ലി സ്കെയിലിലും ഘടിപ്പിച്ചിരിക്കുന്ന മസിൽ എന്താണ് കണക്ട് ചെയ്തേക്കുന്ന മസിലുകളാണ് ആ പാമ്പിന്റെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റിക്ക് കാരണം. A snake move by throwing its body in the loops on alternate side. അല്ലേ, പാമ്പ് മൂവ് ചെയ്യുന്നത് എങ്ങനെ? ആദ്യം ഇപ്പുറ സൈഡിലോട്ട്, അവിടെ ഇപ്പുറ സൈഡിലോട്ട്, അവിടെ ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ എഴുന്നല്ലേ പാമ്പ് പോകുന്നത് അല്ലേ? The waves of contraction passing down the body give it a forward thrust as the scale on the under surface press down against the ground. എന്താണ് നമ്മുടെ ഈ പാമ്പ് ടീച്ചർ പറഞ്ഞില്ലേ, പാമ്പ് എന്റെ ശരീരം എങ്ങനെ ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് ഇങ്ങനെയാണ് അത് എറിഞ്ഞുകൊണ്ടാണ് അത് പോകുന്നത് അല്ലേ? അപ്പൊ എന്താണ് ഈ പാമ്പിന്റെ ശരീരത്തിലൂടെ കടന്നു പോകുന്ന ആ സങ്കോചത്തിന്റെ തരംഗങ്ങൾ എന്ത് ചെയ്യുന്നു? അതിന് മുന്നോട്ടൊരു കുതിച്ചാട്ടം നൽകുന്നു. പാമ്പിന്റെ ശരീരത്തിലൂടെ പോകുന്ന ആ തരംഗങ്ങള് പാമ്പിനെ ഓരോ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, ഇപ്പൊ പാമ്പിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, സ്നേക്കിന്റെ മൂവ്മെന്റ് പറഞ്ഞു. എങ്ങനെയാണ്? അതായത് ഡ്യൂ ടു ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദെയർ ബാക്ക് ബോൺ, അതിന്റെ ബാക്ക് ബോണിന്റെ ഫ്ലെക്സിബിലിറ്റി കാരണമാണ് അത് അത്രയും വേഗത്തിൽ ഇങ്ങനെ എഴുതി പോകാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു. അതിന്റെ വെർട്ടബ്രൽ കോളത്തിൽ എത്രയാണ്? 100 മുതൽ 400 വരെ കശേരുക്കളുണ്ട്. ബാൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്സ് ആയിട്ട് ബന്ധിപ്പിച്ചേക്കുന്ന 100 മുതൽ 400 വരെയുള്ള കശേരുക്കൾ അതിന്റെ വെർട്ടബ്രൽ കോളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ വെർട്ടബ്രേറ്റിനെ ഓരോ കശേരുക്കളെയും ഓരോ ജോഡി റിബ്സുമായിട്ട് അല്ലെ വാരിയലുകളുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നു. ഈ വാരിയലിനെ എല്ലാം നമ്മുടെ ബെല്ലി സ്കെയിലുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നു. അപ്പൊ ബെല്ലി സ്കെയിലിലും റിബ്സിലും വെർട്ടബ്രേറ്റിലും ഉള്ള സ്ട്രോങ് മസിൽസ് കാരണമാണ് ഈ പാമ്പിന്റെ ബോഡിക്ക് ഇത്രയും ഫ്ലെക്സിബിലിറ്റി ഉള്ളത്. ഇപ്പൊ ഈ സ്നേക്ക് എങ്ങനെയാണ് ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് ഇങ്ങനെ ശരീരം എറിഞ്ഞെറിഞ്ഞാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആ ബോഡിക്കകത്ത് നടക്കുന്ന ആ തരംഗമാണ്, അല്ലെങ്കിൽ ആ തരംഗ ചലനത്തിന്റെ ആ ഫലമായിട്ടാണ് അതിന്റെ സങ്കോചം, ബോഡിക്കകത്ത് നടക്കുന്ന ആ സങ്കോചത്തിന്റെ ആ കോൺട്രാക്ഷന്റെ, ശരീരത്തിലൂടെ കടന്നു പോകുന്ന ആ കോൺട്രാക്ഷന്റെ സങ്കോചത്തിന്റെ ഫലമായിട്ടാണ് ഒരു തരംഗം അതിന്റെ ബോഡിക്കകത്ത് ഉണ്ടാവുകയും അപ്പൊ അത് അതിനെ മുന്നോട്ട് കുതിക്കാൻ ഇങ്ങനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് ഫിഷിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്. എന്തൊക്കെയാണ് ഫിഷിന്റെ? As you have read already, a streamlined body and a covering of scales are adaptations that help a fish overcome the resistance offered by water. ഒരു സ്ട്രീംലൈൻ ബോഡിയാണ്, അതുകൊണ്ട് തന്നെ എന്തുണ്ട്? സ്കെയിൽസ് ഉണ്ട്. ദേഹത്ത് മീനിന്റെ ദേഹത്ത് എന്തുണ്ട്? ചെറുമ്പഴി പോലെ ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ടല്ലേ? അപ്പൊ ആ സ്ട്രീംലൈൻ ചെയ്ത ബോഡിയും അതുപോലെ തന്നെ അതിന്റെ ആ സ്കെയിൽസ്, അതിന്റെ ചെറുമ്പലുമാണ് എന്ത്? ആ വെള്ളത്തിൽ നിന്ന് അതിനെ വെള്ളത്തിൽ പല പ്രതിരോധമുണ്ട്. അപ്പൊ അതിനെ ആ പ്രതിരോധങ്ങളെല്ലാം മറികടക്കാനായിട്ട് മീനെ സഹായിക്കുന്ന ആ സ്ട്രീംലൈൻഡ് ബോഡിയും അതിന്റെ ആ സ്കെയിൽസും ചെറുമ്പലും ആണ്. ഫിഷ് മൂവ് ബൈ വേവ് ലൈക്ക് മൂവ്മെന്റ് വിച്ച് ട്രാവൽ ഫ്രം ദ ഹെഡ് ടു ടെയിൽ. അപ്പൊ എന്താണ്? നമുക്കറിയാം മീൻ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അല്ലേ? തലയിൽ നിന്ന് വാലിലേക്ക് സഞ്ചരിക്കുന്ന തരംഗ ചലനങ്ങളിലൂടെയാണ് മത്സ്യം എന്ത് ചെയ്യുന്നത്? നീങ്ങുന്നത്. തലയിൽ നിന്ന് വാലിലേക്ക് സഞ്ചരിക്കുന്ന തരംഗ ചലനങ്ങളിലൂടെയാണ് മീൻ ഇങ്ങനെ നീങ്ങി പോകുന്നത്. നോക്കിക്കേ, ദിസ് മൂവ്മെന്റ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ സ്ട്രോങ് മസിൽസ് അറ്റാച്ച്ഡ് ടു ദ വെർട്ടബ്രൽ കോളം. അപ്പൊ ആ ഒരു ഫിഷിന്റെ മൂവ്മെന്റ് സാധ്യമാകുന്നത് എന്താണ്? അതിന്റെ വെർട്ടബ്രൽ കോളത്തിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന ആ സ്ട്രോങ് മസിൽസിന്റെ സഹായത്തോടു കൂടിയാണ്, പേശികളുടെ സഹായത്തോടെയാണ് മീനിന്റെ ഇത്തരത്തിലുള്ള മൂവ്മെന്റും സാധ്യമാകുന്നത്. The vertebral column is like a very flexible rod that can move from side to side. അപ്പം അതിന്റെ വെർട്ടബ്രൽ കോളം എന്താ? വളരെ ഫ്ലെക്സിബിൾ ആണല്ലേ? ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് മൂവ് ചെയ്യാൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, the muscles on the two sides of the body work antagonistically. അപ്പൊ രണ്ട് സൈഡിലുള്ള മസിൽസ് നമ്മൾ നേരത്തെ പഠിച്ച antagonistically, അതായത് എന്താ? പരസ്പര വിരുദ്ധമായിട്ട് വർക്ക് ചെയ്യുന്നു. When those on one side contract, the ones on the other side relax. അപ്പോൾ ഒരു സൈഡ് സങ്കോചം, ഒരു സൈഡിലെ മസിൽസ് സങ്കോചിക്കുകയാണെങ്കിൽ, കോൺട്രാക്ട് ചെയ്യുകയാണെങ്കിൽ മറ്റേ സൈഡിലെ മസിൽസ് എന്ത് ചെയ്യുന്നു? വിശ്രമിക്കുന്നില്ലേ? റിലാക്സ് ചെയ്യുന്നു. This is what
make the wave-like motion of the body possible. അപ്പോൾ ഇതാണ് അതിന്റെ ആ ഒരു തരംഗചലനം, അതിന്റെ ശരീരത്തിലെ തരംഗചലനത്തിനെ സാധ്യമാക്കുന്നത് ഇതാണ്, ഈ മസിൽസിന്റെ കോൺട്രാക്ഷനും റിലാക്സുമാണ്. The fins help the fish steady itself, change direction or turn. ഇതിന്റെ ചിറകുകൾ അതിന്റെ സ്ഥിരത കൈവരിക്കാനും അതുപോലെ തന്നെ ദിശ മാറാനോ തിരിയാനോ ഒക്കെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫിഷിനെ ഹെൽപ്പ് ചെയ്യുന്നു അതിന്റെ ചിറകുകൾ അല്ലേ. നോക്കിക്കേ, they also act as brake when the fish need to stop moving. അപ്പൊ അതൊരു ബ്രേക്ക് പോലെ ഫിഷിൽ വർക്ക് ചെയ്യുന്നു. ഫിഷിനെ എവിടെയെങ്കിലും അല്ലേ അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് നിൽക്കണം, അതിന്റെ ചലനം നിർത്തണമെങ്കിൽ ഈ വാലൊരു ബ്രേക്ക് പോലെ അതിനെ സഹായിക്കുന്നു. The lashing of the tail in fin from side to side give the fish a forward thrust. അപ്പൊ അതിന്റെ ആ വാല് ഇങ്ങനെ നീണ്ട വാല് നമുക്കറിയാം അല്ലേ. അപ്പൊ അതിന്റെ വാല് ഉപയോഗിച്ച് അതിലൊരു വശത്ത് നിന്ന് മറ്റൊരു വശത്ത് ഇങ്ങനെ കുതിച്ച് കുതിച്ച് പോകാനായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കിക്കേ, some fish have a symbladder or air sac inside the body which help them rise or sink in water. When the bladder is full of air, the fish become lighter and can rise. When the fish need to go down, it release some of the air in the swim bladder. അപ്പോൾ എന്താണ് എല്ലാ അല്ലേ എന്താണ് പറയുന്നത്, some fish have a swim bladder or air sac. എന്താണ് ചില മീനുകൾക്ക് അവരുടെ ശരീരത്തിനുള്ളിൽ അല്ലേ ബോഡിക്കുള്ളിൽ ഇൻസൈഡ് ദ ബോഡിക്കുള്ളിൽ ഒരു നീന്തൽ മൂത്രാശയം അല്ലെങ്കിൽ ഒരു വായു സഞ്ചി അതിന് ഉണ്ട്. അപ്പൊ അവയെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കയറാനായിട്ടോ അല്ലെങ്കിൽ അതിന് എന്താണ് വെള്ളത്തിന് മുകളിലേക്ക് കയറാനോ മൂവൊക്കെ ചെയ്യാൻ സഹായിക്കുന്നത് ഈ സിംബ്ലാഡർ അല്ലെങ്കിൽ ഒരു എയർ സാക്കാണ്. അപ്പൊ എന്താണ് മത്സ്യം ചെയ്യുന്നത്, എന്താണ് വെള്ളത്തിന് മുകളിൽ റൈസ് ചെയ്യണമെങ്കിൽ അല്ലേ മുകളിലോട്ട് വരണമെങ്കിൽ അത് അതിന്റെ ആ സിംബ്ലാഡറിൽ നിറച്ച് എയർ അങ്ങ് കയറ്റിയിട്ടാണ് ഇത് ചെയ്യുന്നത്, മുകളിലോട്ട് വരുന്നത്. When the fish needs to go down, അത് താഴോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യും, പകുതി എയർ അങ്ങ് വെള്ളത്തിലോട്ട് കടത്തുകയാണ്. അപ്പൊ ഫിഷിന്റെ ഒരു മൂവ്മെന്റ് ഇത്തരത്തിലാണ് സാധ്യമാകുന്നത്. നമ്മൾ പറഞ്ഞു ഫിഷ് എങ്ങനെയാണ്, ഫിഷിന് സ്ട്രീംലൈൻഡ് ബോഡിയാണ്, അതുപോലെ തന്നെ ഫിഷിന് സ്കെയിൽസ് ഉണ്ട് അല്ലേ, ചെറുമ്പലുകളുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് വെള്ളത്തിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഫിഷിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ സ്ട്രീംലൈൻഡ് ബോഡിയും ഈ സ്കെയിൽസും ആണ്. ഫിഷിലുള്ള മസിൽസിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഫിഷ് മൂവ് ചെയ്യുന്നത്. അതിന്റെ മസിൽസ് എന്താണ്, ഒരു എന്താ അന്റഗോണിസ്റ്റിക്കലി ആയിട്ടാണ് ഈ ഫിഷിലെ മസിൽസും മൂവ് ചെയ്യുന്നത്. ഒന്ന് കോൺട്രാക്ട് ചെയ്യുമ്പോൾ മറ്റൊന്ന് റിലാക്സ് ചെയ്യുന്നു. ഫിഷിന് പിന്നെ പിന്നുണ്ടില്ലേ അതിന് ചിറകുകളുണ്ട്. ചിറക് അതിനെ എന്താണ് അതിനെ തിരിയാനോ അല്ലെങ്കിൽ അതിന്റെ ബാലൻസ് ഇല്ലേ അതിന്റെ ആ ഒരു സ്ഥിരത കൈവരിക്കാനും ഒക്കെ ആ ഒരു ചിറക് അതിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ അതിന് വാലുണ്ട്, വാലതിനെ മുന്നോട്ട് ഇങ്ങോട്ട് കുതിക്കാൻ അതിനെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ബേർഡ്സിന്റെ കാര്യം അല്ലേ, പക്ഷികളുടെ ആ ഒരു മൂവ്മെന്റ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, എവറിത്തിങ് അബൌട്ട് എ ബേർഡ്സ് ബോഡി ഈസ് ഡിസൈൻ ഫോർ ഫ്ലൈറ്റ് ഇല്ലേ. നമുക്ക് ആ ഒരു പക്ഷിയുടെ ശരീരത്തെ സംബന്ധിച്ചുള്ളതെല്ലാം ഇല്ലേ അതെല്ലാം എന്താണ് അതിനെ പറക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നോക്കിക്കേ, എ സ്മൂത്ത് സ്ട്രീംലൈൻ ബോഡി ഓഫർ ലിറ്റിൽ റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് എയർ. അപ്പൊ അതിന്റെ ആ ഒരു മിനുസമാർന്ന ഒരു ശരീരം അതുണ്ടല്ലോ അല്ലെ, മിനുസമാർന്നതും സുഗമവുമായിട്ടുള്ള അതിന്റെ ശരീരം വായു പ്രവാഹത്തിൽ നിർമ്മിച്ച എന്താണ് വായു പ്രവാഹത്തിന് ചെറിയ പ്രതിരോധം നൽകുന്ന രീതിയിലുള്ളതാണ് അതിന്റെ ആ സ്ട്രീംലൈൻഡ് ബോഡി അല്ലെങ്കിൽ മിനുസമായ ശരീരം എന്ന് പറയുന്നത് ഇല്ലേ. A skeleton made of hollow bones make a bed light so that it can hold its body up in the air. അപ്പോൾ എന്താണ് അതിന്റെ ആ ഒരു പൊള്ളയായ അസ്ഥികൂടം കൊണ്ട് നിർമ്മിച്ച അല്ലേ അല്ലെങ്കിൽ പൊള്ളയായ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച അതിന്റെ ആ ഒരു അസ്ഥികൂടം അല്ലേ ഒരു പക്ഷിയെ പ്രകാശമാക്കുന്നു. അപ്പൊ അങ്ങനെ അതിന് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ബോഡി ഇങ്ങനെ എയറിൽ ഇങ്ങനെ എയറിന് മുകളിൽ ഇങ്ങനെ നിർത്താൻ സാധിക്കുന്നു. നോക്കിക്കേ, big strong flight muscle attached to the wings help it flap its wings. അപ്പോൾ അതിന്റെ വിങ്സിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ട്രോങ് ഫ്ലൈറ്റ് മസിൽസ് എന്ത് ചെയ്യുന്നു, അതിന്റെ ചിറകടിക്കാൻ അതിനെ സഹായിക്കുന്നു. These muscles are also attached to a large strong plate like breastbone or sternum. അപ്പോൾ എന്താണ് ആ മസിൽസ് ഒരു വലിയ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ലൈക്ക് ബ്രസ്റ്റ് ബോൺ അല്ലെങ്കിൽ സ്റ്റേണത്തിൽ അതിന്റെ ആ മസിൽസ് അതിനെ ഘടിപ്പിച്ചേക്കുന്നു. അപ്പൊ നമ്മൾ പക്ഷിയുടെ കാര്യം പറഞ്ഞാൽ പക്ഷിയുടെ ശരീരം അല്ലേ കണ്ടാൽ നമുക്ക് തോന്നും ആ പക്ഷിക്ക് പറക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് നമുക്ക്, അല്ലെങ്കിൽ എന്താണ് പറക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത് വെച്ചിട്ടുള്ളത് പോലെ തോന്നും അതിന്റെ ശരീരം കണ്ടാൽ. അപ്പൊ അതിന്റെ ആ ഒരു മിനുസമാണ് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രീം ലൈൻഡ് ബോഡി എന്താണ് അതിനെ വായു പ്രവാഹത്തെ പ്രതിരോധിക്കാൻ അതിനെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ പറഞ്ഞു അതിന്റെ പൊള്ളയായ അല്ലെ അസ്ഥികളുള്ള അതിന്റെ ആ അസ്ഥികൂടം ഇങ്ങനെ വായുവിൽ കാണിക്കുമ്പോൾ അത് പ്രകാശമാവുകയും
അതിന്റെ ബോഡി വായുവിൽ നിർത്താൻ സാധിക്കുകയും ചെയ്യുന്നു. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, എന്താണ് അതിന്റെ ചിറകുകളിലുള്ള ഘടിപ്പിച്ചിരിക്കുന്ന മസിൽസ് അതിനെ ചിറകടിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഈ മസിൽസിനെ എന്താണ്, ദീസ് മസിൽസ് ആർ ഓൾസോ അറ്റാച്ച്ഡ്. ഈ മസിൽസിനെ നമ്മളൊരു ലാർജ് സ്ട്രോങ് ആയിട്ടുള്ള പ്ലേറ്റ് ലൈക്ക് ആയിട്ടുള്ള ഒരു എന്താ ബ്രസ്റ്റ് ബോൺ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിലാണ് ഈ മസിൽസിനെ നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുന്നത്. വിങ് ഓഫ് എ ബേർഡ് വെൻ സ്പ്രെഡ് ഔട്ട് ഹാവ് എ ലാർജ് സർഫസ് ഏരിയ ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദ ബോഡി. അപ്പൊ എന്താണ്, ഒരു പക്ഷിയുടെ ചിറകുകൾ ഇങ്ങനെ വിരിച്ചിരിക്കുമ്പോൾ ഇല്ലേ, അപ്പൊ അതിന്റെ ശരീരത്തെ അപേക്ഷിച്ച് വലിയ ഉപരിതലം അതിനുണ്ട്. എന്താ, പക്ഷിയുടെ ചിറകുകൾക്കുണ്ട്. This is essential to help a bird fly against the force of gravity. അപ്പൊ എന്താണ്, ഒരു ഗുരുത്വാകർഷണ ബലത്തിനെതിരെ പറക്കാൻ ഒരു പക്ഷിയെ സഹായിക്കുന്നതിന് ഇത് അത്യന്താപേക്ഷിതമാണ്. The thing that really help a bird fly is the shape of its wing. അപ്പൊ നമ്മൾ ഒരു പക്ഷിയെ പറക്കാൻ ശരിക്കും സഹായിക്കുന്നത് അതിന്റെ ചിറകുകളുടെ എന്താണ്, ആ ഷേപ്പാണ്, അതിന്റെ ആ ഒരു ആകൃതിയാണ്. When the wings move through the air, its front is wider than its back, which tapers and drags a little. ഒരു ചിറക് ഇങ്ങനെ വായുവിലൂടെ നീങ്ങുമ്പോഴത്തേക്കും ആ ചിറകിന്റെ മുൻഭാഗം എന്ന് പറയുന്നത് പിൻഭാഗത്തേക്കാൾ എന്താണ്, അത് വിശാലമായിരിക്കും. അതുപോലെ തന്നെ അത് ചെറുതായിട്ട് ചുരുങ്ങുകയും ചെയ്തിരിക്കും അല്ലേ. The top of the wing is curved outwards convex while the bottom is curved inwards concave. അപ്പൊ അതിന്റെ ആ വിങ്സിന്റെ ചിറകിന്റെ മുൻഭാഗം എന്ന് പറഞ്ഞാല് അല്ലേ എന്താണ്, കർവ്ഡ് ഔട്ട്വേർഡ്സ് പുറത്തേക്ക് വളഞ്ഞതാണ്, അതായത് കോൺവെക്സ് രീതിയിലിരിക്കും. അതിന്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് നമ്മുടെ ഒരു അകത്തേക്ക് വളഞ്ഞ രീതിയിലായിരിക്കും, കോൺകേവ് രീതിയിലായിരിക്കും ഇരിക്കുന്നത്. ദിസ് ഷേപ്പ് ക്രിയേറ്റ് എ ഹയർ എയർ പ്രഷർ അണ്ടർ ദ വിങ്. അപ്പൊ ഈ ഒരു രൂപം എന്ത് ചെയ്യുന്നു, അപ്പൊ ചിറകിനടിയിൽ ഉയർന്ന വായുമർദ്ദത്തിന് അല്ലെങ്കിൽ വായുമർദ്ദം സൃഷ്ടിക്കുന്ന ആ ഒരു ഷേപ്പ് അല്ലേ. നോക്കിക്കേ, ആസ് എ റിസൾട്ട് ദ എയർ pushes the wing from underneath or give it an upward thrust. Another thing that helps is that the feathers of the wing interlock to form an air resistant structure so that the air pushing from below cannot pass through. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു, എന്താ അതിന്റെ ആ ഒരു ഷേപ്പ് അതിന്റെ ചിറകിനടിയിൽ ഉയർന്ന വായുമർദ്ദം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് വായു ചിറകിനടിയിൽ നിന്ന് തള്ളുന്നു, അല്ലെങ്കിൽ അവ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് ചലിപ്പിക്കുന്നു, അല്ലെങ്കിൽ മുകളിലേക്ക് ആ പക്ഷിയെ തള്ളുന്നു. ഇത് സഹായിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചിറകിലുള്ള തൂവലുകൾ അല്ലേ, ഈ തൂവലുകൾ എന്ത് ചെയ്യുന്നു, പരസ്പരം ബന്ധിച്ച് വായു പ്രതിരോധ ശേഷിയുള്ള ഘടന ഉണ്ടാകുന്നത്, വായുവിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഘടന ഉണ്ടാക്കി മാറ്റുന്നു. അതുകൊണ്ട് താഴെ നിന്ന് തള്ളുന്ന ഈ വായുവിന് അതിലേക്ക് അങ്ങനെ കടന്നു പോകാൻ സാധിക്കുന്നില്ല. അപ്പൊ ബേർഡ്സിനെ പറക്കാൻ സാധിക്കുന്ന അതിന്റെ ചിറകുകളും അതിന്റെ തൂവലുകളും ഉണ്ടല്ലേ, വായുവിനെ പ്രതിരോധിച്ച് അവയെ പറക്കാൻ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വേർട്ടബ്രേറ്റിന്റെ മൂവ്മെന്റ് പഠിച്ചു. അതിൽ നമ്മൾ കശേരി പോലുള്ള ഫിഷ്, സ്നേക്ക്, ബേർഡ്സ് ഇവയുടെ മൂവ്മെന്റ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹൗ ഇൻവെർട്ടബ്രേറ്റ് മൂവ്, അതായത് കശേരികൾ ഇല്ലാത്ത ആനിമൽസ് എങ്ങനെ മൂവ് ചെയ്യുന്നു, കശേരികളുള്ള ആനിമൽസ് എങ്ങനെ മൂവ് ചെയ്യുന്നു നമ്മൾ പഠിച്ചു. സ്നേക്ക്, ബേർഡ്, ഫിഷിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ കശേരികൾ ഇല്ലാത്ത ഇൻവെർട്ടബ്രേറ്റ്സ് ആയിട്ടുള്ള ആനിമൽസ് എങ്ങനെ മൂവ് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കേ, about 98% of all animal are invertebrates. ഇപ്പൊ 98% of animals invertebrates ആണ് അല്ലേ, കശേരികൾ ഇല്ലാത്തവരാണ്. That is, they do not have a vertebral column or an internal skeleton made of bones. ഇപ്പൊ എന്താണ്, അവയ്ക്ക് ഒന്നുകിൽ ഒരു vertebral column ഇല്ല, അല്ലെങ്കിൽ അവയ്ക്കൊരു ആന്തരികമായിട്ടുള്ള എന്താണ് അല്ലേ, എന്താ ഇന്റേണൽ സ്കെൽറ്റൻ, ഒരു ആന്തരിക അസ്ഥികൂടം അവർക്ക്, എല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ആന്തരിക അസ്ഥികൂടം അവർക്ക് ഇല്ല. അങ്ങനെയുള്ളവയാണ് നമ്മൾ ഇൻവെർട്ടബ്രേറ്റ്സ് എന്ന് പറയുന്നത്, കശേരുകൾ ഇല്ലാത്തവർ. അപ്പം 98% ആനിമൽ എന്താണ്, ഇൻവെർട്ടബ്രേറ്റ്സ് ആണെന്നാണ് പറയുന്നത്. എങ്ങനെ നമ്മൾ അവരെ പറയുന്നത്, ഒന്നുകിൽ അവർക്ക് ഒരു വെർട്ടബ്രൽ കോളം ഇല്ല, അല്ലെങ്കിൽ അവർക്ക് എല്ലുകളാൽ ബന്ധിപ്പിച്ച് അല്ലെങ്കിൽ ഘടിപ്പിച്ച ഒരു ആന്തരിക അസ്ഥികൂടം അവർക്ക്, ഇന്റേണൽ സ്കെൽറ്റൻ അവർക്ക് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള 3 ജീവികളുടെ കാര്യം, അതായത് എർത്തുവോം, മണ്ണിര അല്ലെ, ഇൻസെക്ട് പ്രാണികള്, സ്നെയില്, ഒച്ച്, ഈ 3 പേരുടെ കാര്യമാണ് നമ്മൾ ഇൻവെർട്ടബ്രേറ്റ്സിൽ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എർത്തുവോം ഇല്ലേ, മണ്ണിരകള്. ഓക്കെ, മണ്ണിരയുടെ മൂവ്മെന്റ് എങ്ങനെയാ നമുക്ക് നോക്കാം. ഓക്കെ, എർത്തുവോംസ്, മണ്ണിരകൾ നോക്കിക്കേ. ദ ബോഡി ഓഫ് ആൻ എർത്തുവോം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ റിംഗ് ലൈക്ക് സെഗ്മെന്റ്. അപ്പൊ നമ്മൾ മണ്ണിരയെ കണ്ടിട്ടില്ലാത്തവരായിട്ട് ആരും കാണില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ് മണ്ണിര. മണ്ണിര എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത്. ദ ബോഡി ഓഫ് ആൻ എർത്തുവോം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റിംഗ് ലൈക്ക് സെഗ്മെന്റ് അല്ലെ, ഒരു വളയങ്ങൾ പോലുള്ള കുറച്ച് സെഗ്മെന്റ് കൊണ്ടാണ് നമ്മുടെ ഈ ഒരു മണ്ണിരയുടെ ബോഡി സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ.
നിർമ്മിതമാണ് ഈ വളയങ്ങളാൽ നിർമ്മിതമാണ് ഈ മണ്ണിരയുടെ ബോഡി എന്ന് പറയുന്നത്. Cheetah worm bristles attached to the underside of these segment help the earthworm get a grip on the ground. അപ്പം ചീറ്റ അല്ലെങ്കിൽ ബ്രിസ്റ്റൽസ് എന്ന് പറയുന്ന ആ മണ്ണിരയുടെ ആ ഒരു അടിയിൽ, എർത്ത് അടിയിൽ അണ്ടർ സൈഡിൽ ആ സെഗ്മെന്റ് അടിയിൽ ഉള്ള ഈ ഒരു ബ്രിസ്റ്റൽസ് മൂലമാണ് എന്ത് മണ്ണിരയ്ക്ക് ഗ്രൗണ്ടിൽ അതിന്റെ ഗ്രിപ്പ് ഇഴയാനുള്ള ഒരു ഇഴയുന്നത് സാധ്യമാക്കുന്നത്. Muscles attached to these bristles help to contract the body. ആ ബ്രിസ്റ്റൽസിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന മസിൽസുകളാണ് അതിന്റെ ബോഡി കോൺട്രാക്ട് ചെയ്യാൻ മണ്ണിരെ സഹായിക്കുന്നത്. When an earthworm moves, the bristles at the rear and hold firmly the ground, while the front of the body is free to stretch forward with the help of strong muscles. അപ്പോൾ നമ്മുടെ കുറ്റി രോമങ്ങൾ ബ്രിസ്റ്റൽസ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ആ കുറ്റി രോമങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന പേശികൾ എന്ത് ചെയ്യുന്നു? ഈ മണ്ണിരയുടെ ശരീരത്തെ ചുരുങ്ങാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഒരു മണ്ണിര ചലിക്കുമ്പോൾ അതിന്റെ പിൻഭാഗത്ത് എന്ത് സംഭവിക്കുന്നു? പിൻഭാഗത്ത് കുറ്റിരോമങ്ങൾ നിലത്തിങ്ങനെ മുറുകെ പിടിച്ചു വെക്കും. അപ്പൊ അതേസമയം ശരീരത്തിന്റെ മുൻഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? ശക്തമായ പേശികളുടെ സഹായത്തോടെ മുന്നോട്ട് നീങ്ങാൻ അതിനെ സഹായിക്കുന്നു അല്ലേ? The bristles under the front of the body anchor the front part of the body while those under the rear are relaxed. This makes it possible for the earthworm to pull up the rear end with the help of its muscle. Then the process is repeated and the animal move forward with the help of a wave of contraction traveling down the body. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു മണ്ണിരയുടെ കുറ്റിരോമങ്ങൾ ബ്രിസ്റ്റൽസ് ഇങ്ങനെ മണ്ണിൽ ഉറപ്പിച്ചിട്ടാണ് അതെന്ത് ചെയ്യുന്നത്? മണ്ണിൽ കൂടി ഇങ്ങനെ ചലിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു മണ്ണിര ചലിക്കുമ്പോൾ അതിന്റെ പിൻഭാഗത്തെ കുറ്റിരോമങ്ങൾ നിലത്തിങ്ങനെ മുറുകെ പിടിക്കുന്നു. അപ്പൊ അതേസമയം ശരീരത്തിന്റെ മുൻഭാഗത്ത് ആ ശക്തമായ പേശികളുടെ സഹായത്തോടു കൂടി മുന്നോട്ട് നീങ്ങാൻ അതിനെ സഹായിക്കുന്നുണ്ട്. അപ്പൊ മുന്നോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അതിന്റെ അടിയിലുള്ള ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബ്രിസ്റ്റൽസ് എന്താണ് അത് വിശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആ മസിൽസ് വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മണ്ണിര അതിന്റെ പേശികളുടെ സഹായത്തോടെ പിൻഭാഗം മുകളിലേക്ക് എന്ത് ചെയ്യുന്നു? ചലിപ്പിക്കാൻ സാധിക്കുന്നു. അതായത് പേശികളുടെ സഹായത്തോടുകൂടി പിൻഭാഗവും അതിനിങ്ങനെ മേളിലോട്ട് ചലിപ്പിക്കാൻ സാധ്യമാകുന്നു. അപ്പൊ തുടർന്ന് എന്തോ മണ്ണിര ഈ പ്രക്രിയ ഇങ്ങനെ ആവർത്തിച്ചു പോവുകയും ശരീരത്തിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ ഈ സങ്കോചങ്ങളുടെ ഒരു തരംഗത്തിന്റെ സഹായത്തോടു കൂടി മണ്ണിര എന്ത് ചെയ്യുന്നു? ഇങ്ങനെ മണ്ണിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻസെക്ട്സ്. പ്രാണികളുടെ ചലനം എങ്ങനെയാണ് നോക്കിക്കേ. ഇൻസെക്ട്സ് ഹാവ് എ ഹാർഡ് കവറിംഗ് ഓവർ ദെയർ ബോഡി ഓർ ആൻ ആക്സോസ്കെലറ്റൻ. ഇപ്പൊ എന്താണ് നമുക്ക് ഈ ഒരു ഇൻസെക്ട് പ്രാണികളുടെ ശരീരത്തിനൊരു ഹാർഡ് കവറിംഗ് ഉണ്ട് ഇല്ലേ? അവരുടെ ശരീരത്തിന് പുറത്തൊരു ഹാർഡ് കവറിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ആക്സോസ്കെലറ്റൻ ഉണ്ടെന്നാണ് പറയുന്നത് ഇല്ലേ? ഒരു കഠിനമായ ആവരണം, ഇൻസെക്ടുകളുടെ ശരീരത്തിന് മുകളിൽ ഒരു കഠിനമായ ആവരണം അല്ലെങ്കിൽ ഒരു ആക്സോസ്കെലറ്റൻ ഉണ്ടെന്നാണ് പറയുന്നത്. They have 3 pair of joint legs and strong muscle to pull these leg. ഓക്കേ, അവർക്ക് 3 pair of joint legs ഉണ്ട്. ഈ ആനിമൽ എന്താണ് ഈ ഇൻസെക്റ്റിന് 3 pair of joint legs ഉണ്ട്. അപ്പോൾ അവയെ ആ ലെഗ്സിനെ പുൾ ചെയ്യാൻ അവർക്ക് സ്ട്രോങ് മസിൽസും ഉണ്ട്. The legs are joined to the body by bolons and socket joints. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ ലെഗ്സിനെ അവരുടെ ശരീരമായിട്ട് ജോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? എന്തുവഴി? ആ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്സ് വഴി ആ ലെഗ്സിനെ അവരുടെ ബോഡിയുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. When an insect walks 3 legs, 2 on one side and or on the other side support the body. ഇൻസെക്ട് നടക്കുമ്പോൾ when an insect walks 3 legs അല്ലേ? 3 ലെഗ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതില് ഒരു ലെഗ്സ് 2 ലെഗ്സ് ഒരു സൈഡിലോട്ടും വേറൊരെണ്ണം മറ്റൊരു സൈഡിലോട്ടുമാണ് പോകുന്നത്. അതാണ് നടക്കാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. While the other 3 move the body forward. അപ്പൊ എന്ത് ചെയ്യുന്നു? ബാക്കി 3 എണ്ണം മുമ്പോട്ട് പോവാണ്, ചലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ഇൻസെക്റ്റിന്റെ കാര്യങ്ങൾ. ഇപ്പൊ ഇൻസെക്റ്റിന്റെ ബോഡിയെ കവർ ചെയ്തേക്കുന്ന ഒരു ഹാർഡ് കവറിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആക്സോസ്കെലറ്റൻ അവർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഇൻസെക്റ്റിന് 3 pairs of joined legs ഉണ്ട് ഇല്ലേ? 3 ജോഡി ലെഗ്സ്, കാലുകളുണ്ട്. അപ്പൊ ഇവയെ ഈ കാലുകളെ പുൾ ചെയ്യാനായിട്ട് സ്ട്രോങ് മസിൽസും അവർക്കുണ്ടെന്ന് പറഞ്ഞു. ഈ ലെഗ്സ് എല്ലാം അവരുടെ ബോഡിയുമായിട്ട് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്സ് വഴി ജോയിന്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പോൾ ഒരു ഇൻസെക്ട് നടക്കുമ്പോഴത്തേക്ക് 3 ജോഡി ലെഗ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിലെ 3 ലെഗ്സ് ഇല്ലേ? 2 on one side, 2 എണ്ണം ഒരു സൈഡിലും വേറൊരെണ്ണം മറ്റേ സൈഡിലോട്ടാണ് അവരുടെ ബോഡിയെ സപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കി 3 എണ്ണം ബോഡിയെ മുമ്പോട്ട് പോകാൻ സഹായിക്കുന്നു. Most insects can fly with the help of 2 pairs of wings. 2 ജോഡി ചിറകുകളുണ്ട് ഇല്ലേ? ഇൻസെക്റ്റിന് 2 ജോഡി ചിറകുകളുണ്ട്.
അത് ഇൻസെക്റ്റിനെ പ്രാണിയെ എന്താ പറക്കാൻ സഹായിക്കുന്നു. The wings are though flexible and light. Wings എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള വഴക്കമുള്ള ലൈറ്റ് ആയിട്ടുള്ള വിങ്സ് ആണ്. Strong muscles help the wings beat against the air. അപ്പോൾ അതിൻ്റെ അകത്തുള്ള വിങ്സിലുള്ള സ്ട്രോങ് മസിൽസ് അതിൻ്റെ എയറിൽ എങ്ങനെ ചിറകടിക്കാൻ അതിനെ സഹായിക്കുന്നു അല്ലേ. As the wings drive the air downwards, the air gives the insect an upward thrust which help it fly. ചിറകുകൾ ഇങ്ങനെ വായുവിനെ താഴേക്ക് എന്താണ് നയിക്കുമ്പോൾ ആ വായു എന്ത് ചെയ്യുന്നു, പ്രാണികൾക്ക് മുകളിലോട്ട് പോകാനുള്ള ഉത്തേജനം നൽകുന്നു. ഇതൊരു പ്രാണിയെ പറക്കാൻ സഹായിക്കുന്നു. അപ്പൊ നമ്മൾ ഇൻസെക്റ്റിന്റെ കാര്യം പറഞ്ഞാൽ ഇൻസെക്റ്റിന് ഒരു ഹാർഡ് കവറിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ആക്സോസ്കെലറ്റൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇൻസെക്റ്റിന് എന്താ 3 pairs of joint legs ഉണ്ട്, അവയെ പുള്ള് ചെയ്യാനായിട്ട് സ്ട്രോങ് മസിൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ഇൻസെക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് 3 pairs of legs ഉള്ളതിൽ അതിൽ 2 എണ്ണം ഇല്ലേ അതിനെ ഒരു സൈഡിലോട്ടും മറ്റൊരെണ്ണം അതിന്റെ മറ്റൊരു സൈഡിലോട്ടും ബോഡിയെ ചലിക്കാൻ സഹായിക്കുന്നു. പിന്നെ ബാക്കിയുള്ള 3 എണ്ണം ആ ഇൻസെക്റ്റിനെ മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു മോസ്റ്റ് ഇൻസെക്ട് ക്യാൻ ഫ്ലൈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 pairs of wings. മിക്ക ഇൻസെക്റ്റും പറക്കുന്നുണ്ട്, അവയുടെ ചിറകിന്റെ സഹായത്തോടു കൂടി മിക്ക പ്രാണികളും പറക്കുന്നുണ്ട്. ദ വിങ്സ് ആർ ദോ ഫ്ലെക്സിബിൾ ആൻഡ് ലൈറ്റ്. അതിന്റെ വിങ്സ് എന്ന് പറഞ്ഞാൽ ദോ ആണ്, ഫ്ലെക്സിബിൾ ആണ്, ലൈറ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ വിങ്സിന്റെ അകത്തുള്ള മസിൽസ് ആണ് അതിനെ ആ എയറുമായിട്ട് അല്ലേ പിടിച്ചിരിക്കാൻ സഹായിക്കുന്നത്. ആസ് ദ വിങ്സ് ഡ്രൈവ് ദ എയർ ഡൗൺവാർഡ്സ്, അതിന്റെ ചിറക് ആ വായുവിനെ താഴേക്ക് വലിക്കുമ്പോൾ വായു എന്തു ചെയ്യുന്ന ആ പ്രാണിയെ മുകളിലേക്ക് പറക്കാൻ ഉത്തേജനം നൽകുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഇൻസെക്റ്റ് വായുവിൽ ഫ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്നെയിൽസ്. ഒച്ച് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, എന്താണ് സ്നെയിൽസ് എങ്ങനെ മൂവ് ചെയ്യുന്നത്. സ്നെയിൽസ് ഹാവ് എ സോഫ്റ്റ് ബോഡി വിച്ച് ദേ ക്യാൻ പുൾ ബാക്ക് ഇൻടു ദെയർ ഷെൽ. ഒച്ചിനെ കണ്ടിട്ടുണ്ടോ എല്ലാവരും അല്ലേ? മഴ സമയം തണുപ്പ് സമയമൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരം കാണുന്ന ഒരാളാണ് ഒച്ച്, സ്നെയിൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ശരീരം നമുക്കറിയില്ല, ഒരുമാതിരി വഴുവഴുപ്പുള്ള ഒരു സോഫ്റ്റ് ബോഡിയാണ് അതിൻ്റെത്. അതെന്തോ നമ്മൾ അതിനെ തൊടുവാണെങ്കിൽ അതിന്റെ ആ ശരീരം എല്ലാം കൂടി എന്റെ ശരീരത്തിനകത്തേക്ക് അതങ്ങ് കയറ്റും ഇല്ലേ. They have a large flat foot which help them move forward. അപ്പൊ അതിന്റെ കാല് നമുക്ക് അങ്ങനെ അറിയാം അല്ലെ, നീണ്ടിരിക്കുന്ന കാലുകളാണ് ഒച്ചിനുള്ളത്. അത് എന്ത് ചെയ്യുന്നു, അതിനെ മുമ്പോട്ട് ചലിക്കാൻ ഒച്ചുകളെ സഹായിക്കുന്നു. The foot secretes a slimy substance which help the snake glide over the ground, dragging its heavy shell with it. The movement of the foot is controlled by muscles attached to it. അപ്പൊ നമുക്കറിയാം എൻ്റെ ഒരു എന്താണ് ഒരുമാതിരി ഒരു വഴുവഴുപ്പുണ്ട് അതിന്റെ ദേഹത്ത്. അത് എവിടെ പിടിച്ചു പോയാലും ഒരു വര നമുക്ക് കാണാൻ പറ്റില്ല, അത് എഴഞ്ഞു പോകുന്ന ഭാഗത്തൊക്കെ. അതിന്റെ നമുക്കറിയാം അതിന്റെ ആ ഒരു കാലില് ഒരുമാതിരി സ്രവമുണ്ട് ഇല്ലേ, എന്താ ഒരു പദാർത്ഥം, എന്താ ഒരു ഒട്ടുന്ന ഒട്ടത്തിലെ പദാർത്ഥം അതിന്റെ കാലിന്റെ താഴെയുണ്ട്. അപ്പൊ അത് അതിനെ എന്ത് ചെയ്യുന്നു, ചലിക്കാനാണ് അല്ലെങ്കിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നത് ആ ഒരു കാലാണ്. അതുകൊണ്ട് മൂവ്മെന്റ് ഓഫ് ദ ഫുട്ട് ഈസ് കൺട്രോൾഡ് ബൈ മസിൽസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. അപ്പൊ ഒരു ഒച്ചിന്റെ മൂവ്മെന്റ് ആ ഒരു കാലിന്റെ ആ ഒരു മൂവ്മെന്റ് നിയന്ത്രിക്കുന്ന അതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ള മസിലുകളാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. ഇന്ന് നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്, മൂവ്മെന്റ് അല്ലേ, ഓരോ ആനിമൽസിന്റെ മൂവ്മെന്റ്. അതായത് നമ്മൾ പറഞ്ഞ ആനിമൽസിന്റെ ഒരു മൂവ്മെന്റ് നമ്മൾ ലോക്കോമോഷൻ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെന്താ, വേർട്ടബ്രേറ്റ്സിന്റെ മൂവും ഇൻവേർട്ടബേഴ്സിന്റെ മൂവും പഠിച്ചു അല്ലേ. വേർട്ടബ്രേറ്റ്സിൽ നമ്മൾ സ്നേക്ക്, ഫിഷ്, എന്താണ് ബേർഡ് എങ്ങനെ മൂവ് ചെയ്യുന്നത് നോക്കി. ഇൻവേർട്ടബേഴ്സിൽ നമ്മൾ ഇൻസെക്റ്റ്, എർത്തുവം, സ്നെയിൽസ് ഇവയുടെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി. അപ്പൊ നമ്മുടെ മൂവ്മെന്റ് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ചാപ്റ്ററിന്റെ ഇന്ന് ടീച്ചർ പഠിപ്പിച്ചതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. എല്ലാവരും നോട്ട്സ് എഴുതി എടുക്കണം, സ്റ്റഡി ചെയ്യണം. സ്റ്റഡി ചെയ്ത വോയിസ് മെസ്സേജ് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. അപ്പം ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കണം. ടെക്സ്റ്റ് നല്ലതുപോലെ നിങ്ങൾ വായിക്കണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചാലോ? എല്ലാം റെഡി അല്ലേ? നമ്മൾ നോക്കുന്ന പുതിയ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ 10 ദ കോ ആൻഡ് ദ ആങ്കർ. എന്താണ് ദ കോ ആൻഡ് ദ ആങ്കർ? നമുക്ക് അതിന് മുമ്പ് ഒരു കാര്യം തന്നിട്ട് നോക്കിക്കേ. യു വാണ്ട് എ ന്യൂ ബൈസൈക്കിൾ ഫോർ യുവർ ബർത്ത്ഡേ. ഹൗ
convince your parents to get you one? Here are some suggestions. അപ്പോൾ നമുക്ക് നമ്മുടെ ബർത്ത്ഡേ വരുന്നു. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേക്ക് എന്താണ്, നമുക്ക് പുതിയൊരു ബൈസൈക്കിൾ വേണം. അപ്പോൾ നമ്മളത് വീട്ടുകാരോട് അതെങ്ങനെ വീട്ടുകാരെ പറഞ്ഞ് നമ്മൾ കൺവിൻസ് ചെയ്യിക്കും നമുക്ക് ബൈസൈക്കിൾ വേണമെന്നുള്ള ആ കാര്യം വീട്ടുകാരെ പറഞ്ഞ് നമ്മൾ എങ്ങനെ കൺവിൻസ് ചെയ്യും നമുക്കത് വാങ്ങി തരണോ എന്നുള്ളത്. അപ്പോൾ നമ്മളത് എങ്ങനെ അവരോട് അവതരിപ്പിക്കും. അപ്പോൾ അതിന് കുറച്ച് സജഷൻസ് അവർ നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അത് നോക്കിയാൽ മതി, ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് ഡിമാൻഡ് നമ്മൾ അവരോട് ആവശ്യപ്പെടും അല്ലേ. സിംപ്ലി ഡിമാൻഡ് ന്യൂ വൺ. നമ്മൾ സാധാരണയോടെ പറയുന്നത് നമുക്കൊരു ബൈസൈക്കിൾ വേണം എന്ന് നമ്മൾ സിംപ്ലി അവരോട് ഡിമാൻഡ് ചെയ്യും, ആവശ്യപ്പെടും. മേക്ക് എ കമ്പാരിസൺ. നമ്മൾ ഒരു കമ്പാരിസൺ നടത്തൂല്ലേ. ചെറുതം ഓൾ യുവർ ഫ്രണ്ട്സ് ഹാവ് ന്യൂ ബൈസൈക്കിൾ. നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ വീട്ടുകാരടുത്ത് പറയാം എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ബൈസൈക്കിൾ ഉണ്ട്, അപ്പോൾ എനിക്കും വേണം എന്നുള്ള കമ്പാരിസൺ നമ്മൾ ചെയ്യും. നെക്സ്റ്റ് വൺ ബ്ലാക്ക് മെയിൽ. പിന്നെ നമ്മൾ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യും അല്ലേ. എന്താ, സേ യു വിൽ നോട്ട് സ്റ്റഡി ടിൽ യു ഗെറ്റ് എ ന്യൂ ബൈക്ക്. സേ യു വിൽ നോട്ട് സ്റ്റഡി ടിൽ യു ഗെറ്റ് എ ന്യൂ ബൈസൈക്കിൾ. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയും എനിക്ക് പുതിയ ബൈസൈക്കിൾ മേടിച്ചതില്ലെങ്കിൽ ഞാനിനി നല്ലപോലെ പഠിക്കില്ല എന്ന് അവരെ നമ്മൾ ഭീഷണിപ്പെടുത്തും. സജസ്റ്റ് സർക്കിൾ യുവർ ബർത്ത് ഡേറ്റ് ഓൺ ദ കാലണ്ടർ ആൻഡ് ഹിന്റ് ദാറ്റ് യു വുഡ് അപ്രീഷിയേറ്റ് എ ബൈസൈക്കിൾ ആസ് എ പ്രസന്റ്. നമ്മൾ അവരോട് സജസ്റ്റ് ചെയ്യും അല്ലെ. നമ്മൾ കാലണ്ടറിൽ ചെന്നിട്ട് ആ ഡേറ്റ് സർക്കിൾ ചെയ്ത് ഇന്ന ദിവസം എൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ എനിക്കൊരു പുതിയ സൈക്കിൾ മേടിച്ചാൽ നിങ്ങൾ ഓർക്കണേ എന്നുള്ള സൂചനയൊക്കെ അവർക്ക് കൊടുക്കും. മേക്ക് എ ഡീൽ. ആസ്ക് ഫോർ എ ന്യൂ ബൈസൈക്കിൾ ഇൻ റിട്ടേൺ ഫോർ ഡൂയിങ് വെൽ ഇൻ ദ എക്സാം. നമ്മളിനി അവരോട് എന്ത് ചെയ്യുന്നു, ഒരു ഡീല് വെക്കുന്നു. നിങ്ങൾ എനിക്ക് പുതിയ ബർത്ത്ഡേക്ക് ഒരു പുതിയ ബൈസൈക്കിൾ മേടിച്ച് തന്നാൽ ഞാൻ എൻ്റെ എക്സാം നല്ലതുപോലെ എഴുതി നല്ല മാർക്ക് മേടിക്കാം എന്നുള്ളൊരു ഡീല് നമ്മൾ വെക്കുന്നു. ഇനി അനോയ് അല്ലേ, അവരെ ശല്യപ്പെടുത്തും. കീപ് വറിയിങ് യുവർ പാരന്റ്സ് ടിൽ ദേ ഗിവ് യു വൺ ടു ഗെറ്റ് റിഡ് ഓഫ്. എന്താ, പുതിയൊരു സൈക്കിള് നമുക്ക് അവർ തരാൻ വേണ്ടി നമ്മൾ അവരെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. കൺവിൻസ്. പെർസ്യൂഡ് യുവർ പാരന്റ്സ് ടു ഗീവ് യു വൺ സ്റ്റാർട്ടിങ് ദ റീസൺ ഹോണസ്റ്റ്ലി. ഇപ്പൊ എന്താണ്, നമ്മൾ നമുക്കൊരു സൈക്കിൾ വേണം എന്നുള്ള കാര്യം അവരെ സത്യസന്ധമായിട്ട് പറഞ്ഞ് അവരെ നമ്മൾ അവർക്ക് കൺവിൻസ് ചെയ്യിപ്പിക്കും. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ പുതിയൊരു ബൈസൈക്കിൾ വേണമെങ്കിൽ നമ്മുടെ വീട്ടുകാരോട് നമ്മൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്നത്. ഈ ഒരു രീതിയിലാണ്. ജസ്റ്റ് നമുക്കൊന്ന് റീഡ് ചെയ്യാൻ തന്ന കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ, ദ കോക്ക് ആൻഡ് ദ. അത് ഓ ഹെൻറി എന്ന് പറയുന്ന ആരാണ്, ഓ ഹെൻറി. ഓ ഹെൻറി എന്ന് പറയുന്ന ഒരു റൈറ്ററിന്റെ അല്ലേ, ഒരു ആരാണ്, ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററിന്റെ ഒരു സ്റ്റോറിയാണ് നമ്മൾ പഠിക്കുന്ന ദ കോക്ക് ആൻഡ് ദ ആൻഡ്. നമുക്ക് ആദ്യം അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് നോക്കാം. നോക്കിക്കേ. ഓ ഹെൻറി was the pen name of William Sidney Potter. വില്യം സിഡ്നി പോട്ടർ എന്ന് പറയുന്ന റൈറ്ററിന്റെ പെൻ നെയിം ആണ് ഓ ഹെൻറി എന്ന് പറയുന്നത്. ഓ ഹെൻറി എന്നും പറയാം, വില്യം സിഡ്നി പോട്ടർ എന്നും വിളിക്കാം. An American short story writer known for his witty stories of ordinary people. ഒരു അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്, ചെറുകഥാകൃത്താണ് ഇദ്ദേഹം. സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയാണ് ഇദ്ദേഹം എഴുതിയിരുന്നത്. Most of his stories are set in New York at the turn of the last century. ലാസ്റ്റ് സെഞ്ചുറി ആയപ്പോഴത്തേന് ഇത് എന്താണ്, ന്യൂയോർക്കിലായിരുന്നു അദ്ദേഹത്തിന്റെ മോസ്റ്റ് സ്റ്റോറിയും സെറ്റ് ചെയ്തിരുന്നത്. Besides short stories of which he wrote more than 600, he also wrote poems and plays. അപ്പം 600-ൽ പരം എന്താണ് ഷോർട്ട് സ്റ്റോറീസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അതുപോലെ പോയും പ്ലേസും എഴുതാറുണ്ട്. അപ്പം ഓ ഹെൻറി അല്ലെങ്കിൽ വില്യം സിഡ്നി പോട്ടർ എന്ന് പറയുന്ന പെൻ നെയിമുള്ള ഓ ഹെൻറിയുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ, ദ കോക്ക് ആൻഡ് ദ ആൻഡ്. ഓക്കെ, നമുക്കിനി ചാപ്റ്ററിലോട്ട് പോയാലോ. നോക്കിക്കേ. സോഫി മൂവ് റെസ്റ്റ്ലെസ്ലി ഓൺ ഹിസ് സീറ്റ് ഇൻ മാഡിസൺ സ്ക്വയർ. അപ്പൊ ഇവിടെ സോഫി എന്ന് പറയുന്ന ഒരാളുടെ കഥയാണ് നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹം വളരെ അസ്വസ്ഥനായിട്ട് തന്നെ മാഡിസൺ സ്ക്വയറിലുള്ള തന്റെ ഇരിപ്പിടത്തിലേക്ക് നീങ്ങുകയാണ് നമ്മൾ കാണുന്നത്. He had seen the birds flying south. പക്ഷികൾ എന്താണ് തെക്കോട്ട് പറക്കുന്നു. And a minute ago a leaf had fallen at his feet. ഇല്ലേ, ഒരു മിനിറ്റ് മുമ്പ് നിമിഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ കാൽക്കല് വന്ന് വീണു. Winter was coming. ശീതകാലം വരുന്നു. And he had to find some way of taking care of himself during the cold weather. ഇല്ലേ, ആ തണുത്ത കാലാവസ്ഥയിൽ തണുപ്പുള്ള കാലാവസ്ഥയിൽ തന്നെ സംരക്ഷിക്കാൻ താൻ ഒരു വഴി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. His greatest hope was to get into the prison on Blackwell's Island. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണ്, ബ്ലാക്ക്വെൽസ് ദ്വീപില് ആ ഒരു പ്രിസണിലോട്ട് പോകാം. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. അപ്പൊ നമ്മൾ പഠിക്കുന്ന ന്യൂ വേർഡ് ആണ് ബ്ലാക്ക്വെൽസ് ഐലൻഡ്. എന്താണ് ബ്ലാക്ക്വെൽസ് ഐലൻഡ്?
Okay, Blackwell's Island. Meaning നോക്കിക്കേ, a narrow island in New York East River which housed a penitentiary for people serving minor misdemeanor sentences, now known as Roosevelt Island. അതായത് നമ്മുടെ ന്യൂയോർക്കിലെ കിഴക്കൻ നദിയിലെ ഒരു ഇടുങ്ങിയ ദ്വീപാണ്. അപ്പൊ ചെറിയ തെറ്റിദ്ധാരണകൾ അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം എന്താണ്, ഒരു തടവറ അവിടെ ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ റൂസ്വെൽറ്റ് ഐലൻഡ് എന്നും വിളിക്കുന്നു. അപ്പൊ നമ്മുടെ ന്യൂ വേർഡ് ബ്ലാക്ക്വെൽസ് ഐലൻഡ്. There he would be given food and bed for 3 months. അവിടെ അദ്ദേഹത്തിന് ആ ഒരു ബ്ലാക്ക്വെൽസ് ഐലൻഡിലെ പ്രിസണിൽ അദ്ദേഹത്തിന് 3 മാസത്തേക്കുള്ള ഫുഡും അതുപോലെ തന്നെ എന്താണ് ബെഡും കിട്ടിയിരുന്നു. ഓക്കെ, നോക്കിക്കേ, he would be safe from the cold and the cops. അവിടെ അദ്ദേഹം പോലീസിൽ നിന്നും അതുപോലെ തണുപ്പിൽ നിന്നും സുരക്ഷിതനായിരുന്നു. He wasn't asking for too much. അദ്ദേഹത്തിന് ഇതിൽ കൂടുതലൊന്നും സംസാരിക്കാനില്ലായിരുന്നു. There were other places he could go to, of course, where he would be taken care of and perhaps they would be better than prison. അപ്പൊ അദ്ദേഹത്തിന് പോകാൻ വേറെയും സ്ഥലങ്ങളുണ്ട് ഇല്ലേ, പോകാനാകുന്ന മറ്റ് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ തീർച്ചയായും ഇല്ലേ അവിടെ അവനെ അവര് പരിപാലിക്കാറുണ്ട്. പക്ഷെ എന്നാലും ജയിലിനേക്കാൾ മികച്ചതായിട്ട് അവയൊന്നും വരില്ലായിരുന്നു. ഓക്കെ, നോക്കിക്കേ, but these places would demand that he wash himself and answer questions about his life. ആ സ്ഥലങ്ങളിലെല്ലാം എന്ത് ചെയ്യണം, തന്റെ ജീവിതത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ജയിലിനേക്കാൾ മികച്ചതായിട്ട് മറ്റൊരു സ്ഥലമില്ലെന്ന് അദ്ദേഹം പറയുന്നു. അല്ലേ? Sophie was too proud to submit to such things. Prison was better. അപ്പം സോഫി എന്താണ്, അഭിമാനത്തോടു കൂടി ഈ കാര്യങ്ങളെല്ലാം എന്താ സബ്മിറ്റ് ചെയ്യാൻ, സമർപ്പിക്കാൻ ഇല്ലേ തയ്യാറായിരുന്നെങ്കിലും prison was better, ജയിലായിരുന്നു ഏറ്റവും ബെറ്റർ എന്ന് സോഫി പറയുന്നു. അപ്പൊ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ന്യൂ വേർഡ് ആണ് സബ്മിറ്റ്. എന്താണ് സബ്മിറ്റ്? സമർപ്പിക്കുന്നില്ലേ? മീനിങ് എന്താ? കൺസെന്റ് ടു. അത് നമ്മൾ സമർപ്പിക്കുന്നു, കൺസെന്റ് ടു, സബ്മിറ്റ്. നെക്സ്റ്റ് നോക്കിക്കേ, സോഫി embarked on an action plan to move into the prison. സോഫി എന്ത് ചെയ്യുന്നു, ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുന്നതിൽ ഏർപ്പെട്ടു അല്ലേ. പ്രിസണിലേക്ക് പോകാനായിട്ട് ഒരു പദ്ധതി വേണം. ആ പദ്ധതി വിജയിച്ചാലേ സോഫിക്ക് എന്താണ് ജയിലിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ജയിലിലേക്ക് പോകാനുള്ള ഒരു കർമ്മ പദ്ധതി, ഒരു ആക്ഷൻ പ്ലാൻ നമ്മുടെ സോഫി ഇങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഉണ്ടാക്കുന്നതിൽ ഏർപ്പെടാൻ തുടങ്ങി. അപ്പൊ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ന്യൂ വേർഡ് ആണ് embarked. എന്താണ് embarked? embarked. embarked meaning started. എന്താ ആരംഭിച്ചു ഇല്ലേ, അതിൽ ഏർപ്പെടാൻ ഒരു പുതിയൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിൽ അദ്ദേഹം ഏർപ്പെട്ടു അല്ലെങ്കിൽ ആരംഭിച്ചു. The most pleasant way was to eat at a fine restaurant and then say you didn't have money to pay the bill. He would be handed over to a cop who would arrest him. The next day at court the judge would do the rest. അപ്പോൾ എന്താണ്, അപ്പോൾ അദ്ദേഹം ഒരു വഴി കണ്ടുപിടിച്ചു. എന്താ, നല്ല മോസ്റ്റ് പ്ലസന്റ് ആയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള വഴി അദ്ദേഹം കണ്ടുപിടിച്ചു. ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാം, എന്നിട്ട് ബില്ല് കൊടുക്കാൻ വന്ന സമയത്ത് പറയണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോഴത്തേന് അവർ പോലീസുകാരെ വിളിക്കും. പോലീസ് വരും, തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും, ജയിലിലടയ്ക്കും, അടുത്ത ദിവസം കോടതിയിൽ ഹാജരാക്കും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ജഡ്ജി തീരുമാനിക്കും. അങ്ങനെയുള്ള നല്ല ഒരു എന്താണ് പ്ലസന്റ് ആയിട്ടുള്ള ഒരു പദ്ധതി അദ്ദേഹം പ്ലാൻ ചെയ്തു. So Sophie went to a large brightly lit restaurant on Broadway. അപ്പോൾ എന്താണ്, ഈ സോഫി എന്ത് ചെയ്തു, നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് കണ്ടുപിടിച്ച് പോയി. His face was clean, his coat was fairly good and Sophie felt he could manage to sneak inside. അപ്പോൾ എന്താണ്, സോഫിയുടെ ഫേസ് നല്ല ക്ലീൻ ആയിരുന്നു, അദ്ദേഹത്തിന്റെ കോട്ട് ഫെയർലി ഗുഡ് ആയിരുന്നു അല്ലേ. എന്നിട്ട് എന്താ, അപ്പം സോഫിക്ക് മനസ്സിലായ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഈസി ആയിട്ട് അല്ലേ അകത്ത് കിടക്കാൻ, ആ ഹോട്ടലിന്റെ അകത്ത് കിടക്കാൻ കഴിയുമെന്ന് സോഫിക്ക് മനസ്സിലായി. അപ്പൊ നെക്സ്റ്റ് ന്യൂ വേർഡ് ആണ് SNEAK. ബെഡ് മീനിങ് നോക്കിക്കേ, എൻഡർ സ്റ്റെഡ്ലി ക്രീപ്പിൻ. എന്താണ്, അകത്തേക്ക് നമുക്ക് അല്ലെങ്കിൽ എന്താ ഒളിഞ്ഞു നോക്കാം, അല്ലെങ്കിൽ രഹസ്യമായിട്ട് പ്രവേശിക്കുക അല്ലെങ്കിൽ ഇഴയുക. ഇതാണ് സ്നേക്ക് എന്ന് പറഞ്ഞാല്. ബെഡ് മീനിങ് എന്താ, എൻഡർ സ്റ്റെഡ്ലി ക്രീപ്പിൻ. അപ്പൊ സ്നോഫിക്ക് മനസ്സിലായി എനിക്ക് അകത്തേക്ക് കിടക്കാൻ പറ്റും, എന്താ ഫേസ് ക്ലീൻ ആണ്, കോട്ട് നല്ലതാണെന്നൊക്കെ. He even began to imagine the dinner he was going to eat. അപ്പൊ താൻ കഴിക്കാൻ പോകുന്ന ഡിന്നറിനെ കുറിച്ച് പോലും സോഫി അവിടെ നിന്ന് ഇങ്ങനെ സങ്കല്പിക്കാൻ തുടങ്ങി. Unfortunately for him,
the head waiter saw his broken shoes and torn trousers first, and Sophie was turned out the very minute that he stepped in. എന്താണ് എന്താ സോഫിയുടെ നിർഭാഗ്യവശാൽ അല്ലേ, നിർഭാഗ്യം എന്ന് പറയട്ടെ, നിർഭാഗ്യവശാൽ ഒരു ഹെഡ് വെയിറ്റർ എന്ത് ചെയ്തു, ഈ സ്നോപ്പിയുടെ ഷൂസ് എന്താ പൊട്ടിയ ഷൂസും കീറിയ ട്രൗസറും കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച നിമിഷം തന്നെ സ്നോപ്പി അദ്ദേഹം വെളിയിൽ കാത്തു. A disappointed Sophie now walked other way and reached the corner of 6th Avenue. അപ്പോൾ എന്താണ്, നിരാശനായിട്ടുള്ള സോഫി എന്ത് ചെയ്ത് തെരുവിലൂടെ നടന്നിട്ട് എവിടെയാണ്, ഒരു 6th Avenueയുടെ ഒരു കോർണറിൽ എത്തിച്ചേർന്നു അല്ലേ. To his delight, he saw a shop with a wide glass window bright with electric lights. അപ്പം അവിടെ എത്തിയപ്പോൾ എന്താണ്, സോഫിക്ക് കുറച്ച് സന്തോഷം കിട്ടി അല്ലേ. എന്താ, ഒരു വലിയൊരു ഷോപ്പിന്റെ മുന്നിലാണ് സോഫി എന്ത് ചെയ്തു, ഒരു ഷോപ്പ് കണ്ടു അല്ലേ, വലിയ ഗ്ലാസ് കൊണ്ട് വിൻഡോ ഒക്കെ ഉള്ള വൈറ്റ് ഗ്ലാസ് വിൻഡോ, വലിയ ഗ്ലാസ് കൊണ്ടുള്ള വിൻഡോ, അതുപോലെ തന്നെ ബ്രൈറ്റ് വിത്ത് ഇലക്ട്രിക് ലൈറ്റ്, മൊത്തം ഇലക്ട്രിക് ലൈറ്റ് ഒക്കെ ഇട്ട ഒരു ഷോപ്പ് നമ്മുടെ സോഫി കണ്ടു. He picked up a stone and threw it through the glass. അപ്പോൾ എന്ത് ചെയ്തു, സോഫി എന്ത് ചെയ്തു, പെട്ടെന്ന് ഒരു ഗ്ലാസ് എന്താ കല്ലെടുത്തിട്ട് ആ ഗ്ലാസ്സിലേക്ക് ഒരു എറി കൊടുത്തു. Sophie was elated to find a cop running in front of the crowd moving towards the shop. എന്താണ്, ആ പെട്ടെന്ന് ഷോപ്പിന് മുന്നിൽ ജനക്കൂട്ടം കൂടുകയും അതിന്റെ ഇടയ്ക്ക് ഒരു പോലീസുകാരൻ തന്നെ മുന്നിലേക്ക് വരികയും ചെയ്ത നമ്മുടെ സോഫി കണ്ടു. അപ്പൊ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ന്യൂ വേർഡ് ആണ് ഇലേറ്റഡ്. എന്താണ് ഇലേറ്റഡ്? ഇലേറ്റഡ് വേർഡ് മീനിങ് നോക്കിക്കേ, ത്രിൽഡ്, വെരി ഹാപ്പി അല്ലെ, ഉന്മേഷം അല്ലെങ്കിൽ എന്താണ്, വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്നോപ്പി നിന്നത്. എന്താ, ഒരു പോലീസുകാരൻ തന്റെ മുന്നിലേക്ക് ഓടി വരുന്നു. The cop asked who was responsible and Sophie admitted to the crime. അപ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നു ആരാ ഇത് ചെയ്തെന്ന് നോക്കുമ്പോൾ സോഫി എന്ത് പറയുന്ന, ഞാനാ ചെയ്തെന്നുള്ള കുറ്റം സമ്മതിക്കുന്നു. But the cop only looked disbelievingly at him and began chasing another man who happened to be running further up the street. അപ്പോൾ എന്താണ്, ഞാനാ കുറ്റം ചെയ്തതെന്ന് സോഫി പറഞ്ഞിട്ട് ഇല്ല, എന്താ പോലീസുകാരൻ വിശ്വസിക്കുന്നില്ല. അയാള് തന്നെ വിശ്വസിക്കാതെ ആ സ്ട്രീറ്റില് അല്ല അപ്പുറത്തോട്ട് എന്താ സ്ട്രീറ്റിന്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഓടുന്ന വേറൊരാളെ അന്വേഷിച്ച് പോലീസുകാരൻ പോവുക. സോഫിയെ പോലീസുകാരൻ പിടിക്കുന്നില്ല. സിക്ക് ആൻഡ് ഹേർട്ട് ഇല്ലേ, എന്താ സോഫിയുടെ ഹേർട്ട് വല്ലാതെ, മനസ്സിന് വല്ലാത്ത അസുഖം തോന്നി, മനസ്സിന് ഭയങ്കര സങ്കടം തോന്നി. ഇതും ചെയ്തിട്ട് പോലീസുകാരൻ എന്നെ പിടിച്ചില്ലല്ലോ. Sophie walked away. He had failed to attempt at getting into prison. ഇപ്പൊ എന്താണ്, സോഫി ഇങ്ങനെ പയ്യെ നടക്കാൻ തുടങ്ങി. ജയിലിലേക്ക് പോകാനുള്ള തന്റെ 2 അവസരങ്ങൾ പരാജയപ്പെട്ടു. He crossed the street and came to another more modest restaurant. പിന്നെ അദ്ദേഹം ക്രോസ് ചെയ്ത് സ്ട്രീറ്റിന്റെ അപ്പുറത്ത് എത്തിയപ്പോഴത്തേക്ക് അവിടെ എന്താണ്, ഒരു എളിമയുള്ള മോഡസ്റ്റ് ആയിട്ടുള്ള വീണ്ടും റെസ്റ്റോറന്റ് അദ്ദേഹം കണ്ടു. This was good enough. He would have a meal and when the bill was brought, he would point out that the money and were strangers. അപ്പോൾ എന്താണ്, ഇത് മതിയില്ലേ, ഇത് ധാരാളം. ഇവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊണ്ടുവരുമ്പോൾ എന്താണ്, എന്താ താനും പണവും തമ്മിൽ ഒരു അപരിചിതമില്ലാത്തതാണെന്ന് അദ്ദേഹം കാണിച്ചു. The plan seemed to be working, but when he refused to pay the bill, the waiter refused to call the cop. Instead, they threw him out on the street hard on his ears. A cop who was standing nearby laughed. Sophie's dream seemed to be receding further away from him. It seemed almost impossible to get into prison. അപ്പം സോഫിയുടെ 2 ശ്രമങ്ങൾ പരാജയപ്പെട്ടു അല്ലേ, പ്രിസണിലേക്ക് പോകാനുള്ള സോഫിയുടെ 2 ശ്രമങ്ങൾ പരാജയപ്പെട്ടു. സോഫി എന്ത് ചെയ്യുന്നു, വളരെ നിരാശനായിട്ട് ഇങ്ങനെ തെരുവിലൂടെ നടന്ന് അല്ലെ, തെരുവ് മുറിച്ച് അപ്പുറം എത്തിയപ്പോൾ അവിടെ നല്ലൊരു റെസ്റ്റോറന്റ് ആണ്. അപ്പൊ സോഫി വിചാരിച്ച് നേരത്തെ തനക്ക് ആ റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ബില്ല് കൊണ്ടുവരുമ്പോൾ തന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറയും. അപ്പൊ അവര് പോലീസിനെ വിളിക്കും, തന്നെ ജയിലിലടയ്ക്കും. അപ്പൊ സോഫി അതുപോലെ ചെയ്തു അല്ലെ, റെസ്റ്റോറന്റ് വന്നിരുന്ന് ഫുഡ് കഴിച്ചിട്ട് ബില്ല് കൊണ്ടുവന്നപ്പോൾ അത് അടയ്ക്കാൻ പൈസ ഇല്ല, പോലീസിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഈ നമ്മുടെ ഹോട്ടലിലുള്ള ആൾ എന്ത് ചെയ്തു, അദ്ദേഹം വെയിറ്റർ പോലീസിനെ വിളിക്കുന്നത് അനുസരിച്ചിട്ട് സോഫി എടുത്ത് ഹോട്ടലിന് വെളിയിലേക്ക് ഇറങ്ങി. അപ്പൊ ഇങ്ങനെ ഹോട്ടലിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അതിന്റെ സൈഡിലൊരു പോലീസുകാരൻ നിന്ന് ഈ സോഫിയെ നോക്കി ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. സോഫീസ് ഡ്രീം സീം ടു ബി റെസീഡിങ് ഫർദർ അവേ ഫ്രോം ഹിം. അപ്പൊ എന്താണ് സോഫിയുടെ സ്വപ്നം, എന്താണ് അല്ലേ, തന്നിൽ നിന്ന് കൂടുതൽ അകലെയാണെന്ന്
സോഫിക്ക് മനസ്സിലായി. ഇറ്റ് സീംഡ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു ഗെറ്റ് ഇൻ ടു പ്രിസൺ. ജയിലിലേക്ക് പോകുക എന്നുള്ള പറയുന്ന കാര്യം എന്താണ് വളരെ ഇമ്പോസിബിൾ ആയിട്ട് നമ്മുടെ സോഫിക്ക് തോന്നി. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ന്യൂ വേർഡ് ആണ് റിസീഡിങ്. എന്താണ്? RECEDING. മീനിങ് എന്താ നോക്കിയ? മൂവിങ് എവേ, അല്ലേ? ദൂരേക്ക് പോകുന്നു. Sophie walked half a mile before he put his next plan into action. അപ്പോൾ എന്താണ്? സോഫി ഇങ്ങനെ കുറച്ച് ദൂരം നടന്നതിന് ശേഷം അല്ലേ സോഫി എന്ത് ചെയ്തു? അടുത്ത പ്ലാനിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. This was when he saw a nice looking young lady standing in front of a shop window. He would talk to her, and when she was his snappy clothes, would either scream or try to hit him. A cop would come along and Sophie would be where he wanted to be. But when he talked to the lady, she was surprisingly very pleasant. She even accepted his invitation to a restaurant. Sophie didn't let the conversation go any further. He had no time to waste. He had to go to jail. He ran. അപ്പോൾ എന്താണ്? സ്നോപ്പി ഇങ്ങനെ അടുത്ത പ്ലാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഒരു ഷോപ്പിന്റെ വിൻഡോയുടെ ഫ്രണ്ടിൽ ഒരു ലേഡി നിൽക്കുന്നുണ്ട്. ഒരു യങ് ലേഡി, നൈസ് ലുക്കിംഗ് യങ്, നല്ല സുന്ദരിയായിട്ടുള്ള യുവതി നിൽക്കുന്നുണ്ട്. അപ്പൊ സോപ്പി വിചാരിച്ച് അവരടുത്ത് ചെന്നിട്ട് കുറച്ച് മോശമായ രീതിയിലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അല്ലേ അവരെന്താണ് തന്റെ വസ്ത്രങ്ങൾ കാണുകയും ഇല്ലേ ഒക്കെ ചെയ്യുമ്പോഴത്തേനും അവർ നിലവിളിക്കുകയും അവർ പോലീസ് വന്ന് തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് സോപ്പി വിചാരിച്ചത്. പക്ഷെ സോഫി ആ ലേഡിക്ക് ചെന്ന് സംസാരിക്കും തോറും അവർക്ക് കൂടുതൽ സന്തോഷമായി അവരും തിരിച്ച് സോഫിയോട് സംസാരിക്കാൻ തുടങ്ങി. അവർക്ക് സോഫിയെ കണ്ടിട്ട് പ്രത്യേകിച്ച് പേടിയോ നിലവിളിയോ ഒന്നും വന്നില്ല. അവർ സോഫിയോട് സംസാരിക്കാൻ തുടങ്ങി. സോഫി അവരെ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചു. അവർ സോഫിയുടെ ക്ഷണം സ്വീകരിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം എന്നുവരെ പറഞ്ഞു. അപ്പൊ ഇവിടെ ആരാ അത്ഭുതപ്പെട്ടത്? സോഫി അത്ഭുതപ്പെട്ടു. സോഫി വിചാരിച്ച എന്താണ്? അവര് നിലവിളിക്കും, പോലീസുകാർ വരും തന്നെ ജയിലിലോട്ട് പിടിച്ചുകൊണ്ടുപോകും. പക്ഷെ നേരെ മറിച്ചാണ് സംഭവിച്ചത്. ആ സ്ത്രീ നിലവിളിച്ചതുമില്ല, സോഫിയുടെ കൂടെ റെസ്റ്റോറൻറ്റിൽ വരാമെന്നവരെ അവര് സമ്മതിച്ചു. സോഫി ഡിഡിന്റ് ലെറ്റ് ദ കോൺവെർസേഷൻ ഗോ എനി ഫർദർ. അപ്പൊ ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന പന്തി അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സോഫി എന്താ ആഗ്രഹിച്ചില്ല. He had no time to waste. അവന് വേസ്റ്റ് ആക്കാൻ സമയമില്ലായിരുന്നു. He had to go to jail. അല്ലേ എന്താ അവന് ജയിലിലേക്ക് പോകണം. അവൻ ഓടി. When he stopped, he found he was near several theaters. എന്താണ് അവനിങ്ങനെ ഓടി വരുന്ന വഴിക്ക് ഒരുപാട് തിയേറ്റർ ഉള്ള ഒരു സ്ഥലം അവൻ കണ്ടു. There was joy in the air and men and women in warm coats walked around. അവന് ചുറ്റും ഇങ്ങനെ ധാരാളം നല്ല രീതിയിൽ കോട്ടൊക്കെ ധരിച്ച മെന്നും ഇവനും ഒക്കെ ഇങ്ങനെ നടന്നു പോകുന്നു. His heart began to sink, thinking no cop would arrest him here. അപ്പോൾ അവന്റെ ഹൃദയം പെട്ടെന്ന് എന്താ ഇവിടെ എന്നെ അറസ്റ്റ് ചെയ്യാൻ വേറെ പോലീസുകാരൊന്നും ഇല്ല എന്നൊക്കെയാണ് ചിന്തിച്ചിരുന്ന സമയത്ത് to his surprise a cop appeared near him. അവൻ സർപ്രൈസ് ആയില്ലേ എന്താ ഒരു പോലീസുകാരൻ അവന്റെ അടുത്തേക്ക് വരുന്നത് അവൻ കണ്ടു. നോക്കിക്കേ. Afraid of losing the opportunity, he began behaving like a drunkard. He danced wildly and cried out in a loud voice. അപ്പോൾ ഒരു പോലീസുകാരൻ വന്നപ്പോൾ വിചാരിച്ചാൽ എനിക്കിനി പാഴാക്കാൻ സമയമില്ല എന്ന് പറഞ്ഞൊരു ഡ്രങ്കാർഡിനെ പോലെ അല്ലേ എന്താ ഒരു കുടിയനെ പോലെ വലിയ ഉച്ചത്തിൽ പാടാനും ഡാൻസ് കളിക്കാനും അതുപോലെ നിലവിളിക്കാനും ഒക്കെ ഇങ്ങനെ തുടങ്ങി. The cop didn't react. Instead, turning to a man next to him, he explained that they were given orders not to arrest college boys. They were harmless. They just shouted, made a scene and went away. ഇപ്പൊ എന്താണ് അവൻ വിചാരിച്ച് സോഫി വിചാരിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ പോലീസുകാരൻ വന്ന് തന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നു. പക്ഷെ എന്താ പോലീസുകാരൻ ഒരു റിയാക്ഷനും ഇല്ലാതെ അവിടെ നിന്നിട്ട് തിരിഞ്ഞ് തന്റെ അടുത്തേക്ക് ഒരാളെടുത്തെന്ന് പറഞ്ഞാൽ കോളേജ് കുട്ടികളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഉത്തരവുണ്ട്, നിർദ്ദേശമുണ്ട്. കോളേജ് കുട്ടികളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അവരെന്താണ് ഉപദ്രവകാരികളല്ല. ഹാംലെസ്. അവരെന്താ നിരുപദ്രവകാരികളാണ്. ദേ ജസ്റ്റ് ഷൗട്ടഡ് മേഡ് എ സീൻ ആൻഡ് വെന്റ് അവേ. എന്താണ് അവരൊരു സീൻ ഉണ്ടാക്കി അവര് പൊക്കോളും എന്നുപോലെ പറഞ്ഞു. ഇപ്പൊ എന്താണ് നമ്മളിവിടെ കാണുന്നത്? കോൾഡ് സീസണില് ഇല്ലേ തനിക്ക് ഒരു കഴിയാൻ സ്ഥലം തിരക്കി നടക്കുന്ന സോഫി എന്ന് പറഞ്ഞൊരു വ്യക്തി. അദ്ദേഹം എവിടെ സ്ഥലം കണ്ടെത്തുന്നത്? ജയിലില് ഇല്ലേ 3 മാസം തനിക്ക് ഫുഡും ബെഡും കിട്ടുന്ന ജയിലിലേക്ക് പോകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം പല പല മാർഗങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കണ്ട ഇത്രയും മാർഗങ്ങൾ എന്തായിപ്പോയി? ഫെയിലായിപ്പോയി. അദ്ദേഹം കണ്ടുപിടിച്ച ഓരോ വഴിയും ഫെയിലായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ കഥയുടെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും മതി. നമ്മൾ ഇന്ന് പഠിച്ച ന്യൂ വേർഡ്സ് ഏതൊക്കെയാണ്? ന്യൂ വേർഡ്സ് ബ്ലാക്ക്വെൽ സൈലന്റ്, സബ്മിറ്റ്, പിന്നെ ഏതുണ്ട്?
സ്നീക്ക്, ഇലേറ്റഡ്, റിസീഡിങ്. ഇത്രയും ന്യൂ വേർഡ്സ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക, അതിൻ്റെ മീനിങ്സ് പഠിക്കുക, നോട്ട്സിൽ എഴുതുക, കോപ്പിറൈറ്റ് ബുക്കിൽ എഴുതി ടീച്ചറിന് അയച്ചു തരിക, നോട്ട്സിൽ എഴുതി ടീച്ചറിന് അയച്ചു തരിക. സ്റ്റഡി ചെയ്യുന്ന വോയിസ് മെസ്സേജും ഈ സ്റ്റോറി റീഡ് ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് സെൻഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമുക്കിന്ന് ഹിന്ദി പഠിച്ചാലോ? ഹിന്ദിയില് പുതിയൊരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. രാജസ്ഥാൻ മേ ചക്രവർത്തി കെ പരിവാർ. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? രാജസ്ഥാൻ മേ ചക്രവർത്തി കെ പരിവാർ. डॉक्टर चक्रवर्ती और निर्मला पति पत्नी, रमेश उसका दोस्त. डॉक्टर चक्रवर्ती और निर्मला पति पत्नी. ഡോക്ടർ ചക്രവർത്തിയും പിന്നെ നിർമ്മല എന്ന് പറയുന്ന ഒരു പത്നിയുണ്ട്. പിന്നെന്താണ്? രമേശ് ഉസ്കെ ദോസ്ത്. അവരുടെ സുഹൃത്താണ് ആര്? രമേശ് എന്ന് പറയുന്നത്. ഇവര് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് പഠിക്കുന്നത്? ഇവര് തമ്മിലുള്ള കോൺവെർസേഷൻ. ഡോക്ടർ ചക്രവർത്തി, आइए आइए वकील साहब. आइए आइए वकील साहब. വരൂ വരൂ വക്കീൽ സാർ, വരൂ വരൂ വക്കീൽ സാർ എന്ന് ആര് പറയാണ്? ഡോക്ടർ ചക്രവർത്തി പറയുകയാണല്ലേ. അപ്പൊ എന്താ രമേശ് പറഞ്ഞത്? രമേശ് പറയാണ് നമസ്തേ ഭായിജി. രമേശ് എന്ത് പറഞ്ഞു? അവർക്ക് നമസ്തേ പറഞ്ഞു അല്ലേ. ഡോക്ടർ ചക്രവർത്തി, നമസ്തേ, അബ് സബ് ലോഗ് തയ്യാർ ഹേ നാ. അപ്പൊ ഡോക്ടർ ചക്രവർത്തി എന്താ തിരിച്ച് നമസ്തേ പറയും. അതുപോലെ നിങ്ങൾ എല്ലാവരും തയ്യാറാണോ എന്ന് ചോദിക്കുകയും ചെയ്തു. രമേശ് അപ്പൊ എന്താ പറഞ്ഞത്? ഹം തയ്യാർ ഹൈ, ഹം തയ്യാർ ഹൈ. അപ്പൊ രമേശ് എന്താ പറഞ്ഞത്? അതെ, തയ്യാറാണെന്ന് രമേശ് പറഞ്ഞു. നിർമ്മല, ഹം സബ് ആപ് ലോഗോं का ही इंतजार कर रहे थे, सब लोग कार में बैठते हैं. നിർമ്മല അപ്പൊ എന്താണ് പറഞ്ഞത്? ഹം സബ് ആപ് ലോഗോं का ही इंतजार कर रहे थे, सब लोग कार में बैठते हैं. എന്താണ്? ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരും എന്താ കാറിൽ ഇരിക്കുകയായിരുന്നല്ലേ. രമേശ്, രാജസ്ഥാൻ കേവൽ रेगिस्तान का इलाका ही नहीं है, यह सुंदर शहरें भी है. वे जोधपुर, जयपुर, अजमेर, उदयपुर और कोटा. രമേശ് എന്താണ് പറഞ്ഞത്? രാജസ്ഥാൻ കേവൽ रेगिस्तान का इलाका ही नहीं है. राजस्थान केवल रेगिस्तान का इलाका ही नहीं है, यहाँ सुंदर शहरें भी है. वे जोधपुर, जयपुर, अजमेर, उदयपुर और कोटा. രാജസ്ഥാൻ എന്ന് പറയുന്നത് വെറും ഒരു മരുഭൂമി മാത്രമല്ല, അവിടെ എന്താണ് മനോഹരമായ പല നഗരങ്ങളും അവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? രമേശ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു നഗരങ്ങള്? ജോധ്പൂർ ഉണ്ട്, ജയ്പൂർ ഉണ്ട്, പിന്നെന്താണ് അജ്മീർ ഉണ്ട്, ഉദയപൂർ ഉണ്ട്, കോട്ടയുണ്ട് അല്ലേ. രാജസ്ഥാൻ എന്ന് പറയുന്നത് വെറും ഒരു മരുഭൂമിയല്ല, അവിടെ മനോഹരമായിട്ടുള്ള പല നഗരങ്ങളും ഉണ്ട്. ഏതൊക്കെയാണ്? ജോധ്പൂർ ഉണ്ട്, ജയ്പൂർ ഉണ്ട്, പിന്നെന്താണ് അജ്മീർ ഉണ്ട്, ഉദയപൂർ ഉണ്ട്, കോട്ട. എന്നിങ്ങനെ മനോഹരമായിട്ടുള്ള നഗരങ്ങളൊക്കെ തന്നെ എവിടെ ഉണ്ട്? രാജസ്ഥാനിൽ ഉണ്ട്. ഡോക്ടർ ചക്രവർത്തി, അബ് ഹം കഹാം ജാ രഹേ ഹൈ. ഡോക്ടർ ചക്രവർത്തി ചോദിക്കുകയാണ്, അബ് ഹം കഹാം ജാ രഹേ ഹൈ. അപ്പൊ നമ്മൾ എവിടാണ് പോകാൻ പോകുന്നത് എന്ന് ആര് ചോദിക്കുകയാണ്? ഡോക്ടർ ചക്രവർത്തി ചോദിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ എവിടെ പോകുന്നു എന്ന് ആര് ചോദിക്കുക? ഡോക്ടർ ചക്രവർത്തി ചോദിക്കുകയാണ്. രമേശ് ഇപ്പൊ പറയാണ് എന്താണ്? അബ് ഹം ഹരാവതി പहुंचने ही वाले हैं, फर्क की एकमात्र नदी है जो दक्षिण से उत्तर की ओर बहती है. എന്താണ്? രമേശ് പറയാണ് അബ് ഹം हरावती पहुंचने ही वाले हैं, फर्क की एकमात्र नदी है जो दक्षिण से उत्तर की ओर बहती है. എന്താണ്? നമ്മളിപ്പോ എവിടെ പോകുന്നു എന്ന് ഡോക്ടർ ചക്രവർത്തി ചോദിച്ചപ്പോ രമേശ് പറയുകയാണ് നമ്മള് ഹരാവതിയിൽ എത്താൻ പോവുകയാണ്. ഇവിടെ പോവുകയാണ്, ഹരാവതിയിലോട്ടാണ് പോകുന്നത് അല്ലേ. ഇവിടെ എന്താണ് ഹരാവതി എന്ന് പറയുന്നത്? തെക്ക് നിന്ന് വടക്കോട്ട് ഒഴുകുന്ന ഇതിലെ ഏക നദിയാണ് എന്ത്? ഹരാവതി എന്ന് പറയുന്നത്. अब हम हरावती पहुंचने ही वाले हैं, फर्क की एकमात्र नदी है जो दक्षिण से उत्तर की ओर बहती है.
എന്താണ് നമ്മളിപ്പോ അമരാവതിയിലേക്ക് പോകാൻ പോവുകയാണെന്ന് രമേശ് പറയുന്നു. എന്താണ് ഇന്ത്യയുടെ തെക്ക് നിന്ന് അതുപോലെ വടക്കോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് ഏത്? അമരാവതി എന്ന് പറയുന്നത്. ഡോക്ടർ ചക്രവർത്തി എന്താണ് പണ്ട് മലയിടുക്കുകളിലൊക്കെ തന്നെ ഒരുപാട് കൊള്ളക്കാരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ശക്തി കേന്ദ്രമായിട്ട് എന്ത് ഈ മലയിടുക്കുകൾ എന്ന് പറയുന്നത്. ഉമ്മല അപ്പൊ പറയാണ് ഹരാവതി ബഹുത്ത് പുരാന ഷാഹർ താ അബ് യഹാം ഐതിഹാസിക കടഹർ ഹേ. ഹരാവതി ബഹുത്ത് പുരാന ഷാഹർ താ അബ് യഹാം ഐതിഹാസിക കടഹർ ഹൈ. ഹരാവതി ബഹുത്ത് പുരാന ഷാഹർ താ അബ് യഹാം ഐതിഹാസിക കടഹർ ഹൈ. എന്താണ് ഹരാവതി എന്ന് പറയുന്നത് വളരെ വലിയൊരു നഗരമായിരുന്നു. ഇവിടെ ഇപ്പൊ എന്താണ് അവിടെ വളരെ വലിയ ഒരു നഗരമാണ്. അവിടെ ഇപ്പം ചരിത്രത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഉള്ളത്. ഡോക്ടർ ചക്രവർത്തി അപ്പൊ പറയാണെന്ത് കടഹർ की देखें के यहाँ और फी देखने लायक है. कड़हर की देखें का यहाँ और फी देखने लायक है. कड़हर की देखें का यहाँ और फी देखने लायक है. എന്താണ് ഇവിടെ ചരിത്രത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഇവിടെ ചരിത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് കാണാൻ കഴിയുമെന്ന് ആര് പറഞ്ഞു? ഡോക്ടർ ചക്രവർത്തി പറഞ്ഞു. രമേശ് ऐसी कोई बात नहीं यहाँ मंदिर और महल भी है. ऐसी कोई बात नहीं यहाँ मंदिर और महल भी है. ഇവിടെ എന്താണ് ഇങ്ങനൊന്നുമില്ല. ഇവിടെ ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. ഇവിടുത്തെ ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ തന്നെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? രമേശ് പറഞ്ഞു. നിർമ്മല തബുത്തോ ടീക്ക് ഹേ തബുത്തോ ടീക്ക് ഹേ. അത് കൊള്ളാം, അത് ശരിയാണെന്ന് ആര് പറഞ്ഞു? നിർമ്മല പറഞ്ഞു. അത് കൊള്ളാന്ന് ആര് പറഞ്ഞു? നിർമ്മല പറഞ്ഞു. അപ്പൊ ഡോക്ടർ ചക്രവർത്തി എന്താ പറഞ്ഞത്? ഡോക്ടർ ചക്രവർത്തി എന്താ പറഞ്ഞത്? और यहाँ से तुम 24 फी जाने के लिए कहाँ रहे थे. और यहाँ से तुम 24 फी जाने के लिए कहाँ रहे थे. और यहाँ से तुम 24 फी जाने के लिए कहाँ रहे थे. എന്താണ് ഇവിടെ നിന്ന് 24ലേക്ക് പോകാൻ എന്താണ് നമ്മൾ ആവശ്യപ്പെടുകയാണല്ലേ. ഡോക്ടർ ചക്രവർത്തി എന്താണ് പറയുന്നത്? ഇവിടെ നിന്ന് എവിടോട്ട് പോകണം? 24ലോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ എന്താണ് ഡോക്ടർ ചക്രവർത്തി ആവശ്യപ്പെടുകയാണ് ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന്? 24ലോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ രമേശ് എന്താ പറഞ്ഞത്? 24 का किला हमीर देव ने बनवाया था. इसका फैलाव लगभग 17 किलोमीटर है. इसकी ऊंचाई समुद्र तल से 1578 फुट है. देखने लायक जगह है फाई साबर. എന്താണ് രമേശ് പറഞ്ഞത്? 24 का किला हमीर देव ने बनवाया था. इसका फैलाव लगभग 17 किलोमीटर है. इसकी ऊंचाई समुद्र तल से 1578 1578 എന്താ 1578 എന്താണ് 1578 फुट है. देखने लायक जगह है फाई साहब. എന്താണ് അതേ 24 കോട്ട നിർമ്മിച്ചത് ആരാണ്? 24 കോട്ട നിർമ്മിച്ചത് ഹമീർ ദേവാണ്. ആരാണ് 24 കോട്ട നിർമ്മിച്ചത്? ഹമീർ ദേവാണ് 24 കോട്ട നിർമ്മിച്ചത്. അതിന്റെ വ്യാപ്തി എങ്ങനെയാണ്? അതിന്റെ വ്യാപ്തി ഏകദേശം 17 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു. അതിന്റെ വ്യാപ്തം ഏകദേശം 17 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു. 24 കോട്ട നിർമ്മിച്ചത് ഹമീർ ദേവാണ്. ആ കോട്ടയുടെ വ്യാപ്തി എന്ന് പറയുന്നത് ഏകദേശം 17 കിലോമീറ്റർ വരെ ആണ്. അത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1578 കിലോമീറ്റർ അടിയാണ് ഉള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് എന്താണ്? സമുദ്രനിരപ്പിൽ നിന്ന് 1578 അടിയാണ് ഇതിന്റെ ഉയരം. ഇതാണിത് നമ്മൾ സന്ദർശിക്കാൻ പോകുന്ന സ്ഥലമെന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തല്ലേ. ഇതാണ്
24 का किला हमीर देव ने बनवाया था। इसका फैलाव लगभग 17 किलोमीटर है। इसकी ऊंचाई समुद्र तल से 1578 फुट है। देखने लायक जगह है भाई साहब। അതെ രണ്ട് ഫോർന്ന് പറയുന്ന കോട്ട നിർമ്മിച്ചത് ഹമീർ ദേവാണ്. അതെന്ന് പറയുന്നത് അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ വ്യാപ്തി ഏകദേശം 17 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 1578 അടിയാണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്. ഇതാണ് നമ്മളിപ്പോ സന്ദർശിക്കാൻ പോകുന്നത്. നിർമ്മല അപ്പൊ എന്താണ് പറഞ്ഞത്? നിർമ്മല वहां और क्या क्या देखने लायक स्थान है? वहां और क्या क्या देखने लायक स्थान है? वहां और क्या क्या देखने लायक स्थान है? എന്താണ്? വേറെ ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണാനുള്ളത്? നമ്മളെ അപ്പൊ ചോദിക്കുകയാണ് എന്ത്? നമ്മൾ ചോദിക്കുക വഹാം ഓർ ക്യാ ക്യാ देखने लायक स्थान है? വേറെ എന്തൊക്കെ സ്ഥലങ്ങളാണ് നമുക്കിനി കാണാനുള്ളതെന്ന് നിർമ്മല ചോദിക്കുകയാണ് അവരോട്. എന്താണ് ഡോക്ടർ ചക്രവർത്തി എന്താ പറഞ്ഞത്? कोटा के पास चंबल के तट पर आधारशिला है जो दर्शनीय है। यह एक भारी चट्टान है जो आसमान से लड़कने से दिखाई देती है. എന്താണ് ഡോക്ടർ ചക്രവർത്തി അപ്പൊ പറയാണ് कोटा के पास चंबल के तट पर आधारशिला है जो दर्शनीय है. यह एक भारी चट्टान है जो आसमान से लड़कने से दिखाई देती है. കോട്ടയ്ക്കടുത്തുള്ള ചമ്പലിന്റെ തീരത്ത് ആധാർശില ദൃശ്യമാണ്. ആകാശത്ത് നിന്ന് തൂങ്ങിക്കിടക്കുന്നതായി തോന്നുന്ന കനത്ത പാറയാണ് ഇത്. കോട്ടയ്ക്കടുത്തുള്ള ചമ്പലിന്റെ തീരത്ത് ആധാർശില നമുക്ക് കാണാൻ പറ്റും. അതെന്താണ്? ആകാശത്ത് നിന്ന് തൂങ്ങിക്കിടക്കുന്നതായി തോന്നുന്ന തരത്തിലുള്ള ഒരു കനത്ത പാറയാണ്. രമേശ് എന്താ പറഞ്ഞത്? मोडली का शिव मंदिर भी देखने लायक है. यह कोटा से 40 किलोमीटर दूर है. वैसे वहां पर मंदिर ही मंदिर है. एक मंदिर तो स्थापत्य कला के लिए प्रसिद्ध है. ये बड़े विशाल और सुंदर है. എന്താണ് രമേശ് പറഞ്ഞത്? മോഡലി का शिव मंदिर भी देखने लायक है. यह कोटा से 40 किलोमीटर दूर है. वैसे वहां पर मंदिर ही मंदिर है. यह मंदिर तो स्थापत्य कला के लिए प्रसिद्ध है. ये बड़े विशाल और सुंदर है. എന്താണ്? കോട്ടയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെയുള്ള വഡോലിയിൽ ഇതാ ഒരു ശിവക്ഷേത്രം സന്ദർശിക്കേണ്ടത് ഉണ്ട്. ഇവിടെ എന്താണ്? ഈ ക്ഷേത്രം മാത്രമല്ല, അവിടെ ക്ഷേത്രം എന്താണ്? അവിടെ ക്ഷേത്രം എന്ന് പറയുന്നത് വാസ്തുവിദ്യക്ക് പേര് കേട്ട ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രം എന്താണ്? വളരെയധികം മനോഹരമാണ്. എന്താണ്? കോട്ടയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെയുള്ള എന്താണ് ഒരു ബഡോലിയിലെ ഒരു ശിവക്ഷേത്രം സന്ദർശിക്കേണ്ടതുണ്ട്. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് എന്താണ്? വാസ്തുവിദ്യക്ക് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം വളരെ മനോഹരമാണ്. നിർമ്മല എന്താ പറഞ്ഞത്? തും തോ കഹാം രഹത്തെ कि यहाँ मौर्य और गुप्त वंश की स्थापत्य कला के नमूने भी देखने को मिलेंगे. എന്താണ് നിർമ്മല പറഞ്ഞത്? तुम तो कहा रहते थे कि यहाँ मौर्य और गुप्त वंश का स्थापत्य कला के नमूने भी देखने को मिलेंगे. എന്താണ്? മൗര്യ ഗുപ്ത രാജവംശത്തിന്റെ വാസ്തുവിദ്യ കലയുടെ സാമ്പിളുകളൊക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. രമേശ് എന്താ പറഞ്ഞത്? यहाँ 40 शताब्दी में कुछ मंदिर गुप्त वंश के राजाओं के बनवाए हुए हैं. इनके अलावा चौहान परमार आदि राजवंशों के बनाए हुए कोई सुंदर महल और मंदिर भी देखे सकेंगे. എന്താണ് രമേശ് പറഞ്ഞത്? यहाँ 40 शताब्दी में कुछ मंदिर गुप्त वंशों के राजाओं के बनवाए हुए हैं. इनके अलावा चौहान परमार आदि राजवंशों के बनाए हुए कोई सुंदर महल और मंदिर भी देखे सकेंगे.
ഇവിടെ എന്താണ് രമേശ് എന്താ ഇവിടെ പറഞ്ഞത്? ഇവിടെ 6-ാം നൂറ്റാണ്ടിൽ ഗുപ്ത രാജവംശത്തിലെ രാജാക്കന്മാര് ചില ക്ഷേത്രങ്ങളൊക്കെ തന്നെ എന്താ പണി കഴിപ്പിച്ചിട്ടുണ്ട്. മനോഹരമായ ക്ഷേത്രങ്ങളൊക്കെ എന്താണ് ഈ ഗുപ്ത രാജവംശത്തിലെ രാജാക്കന്മാര് പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഏത് നൂറ്റാണ്ടിലാ? 6-ാം നൂറ്റാണ്ടില്. ഇത് കൂടാതെ എന്താണ് ചൗഹാനും അതുപോലെ പാർമർ തുടങ്ങിയ രാജാക്കന്മാർ എന്താണ് മനോഹരമായ കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ പണി കഴിപ്പിക്കുകയും ചെയ്തു. यहाँ छठी शताब्दी में कुछ मंदिर गुप्त वंशों के राजों के बनवाया हुए हैं. ഇവിടെ 6-ാം നൂറ്റാണ്ടില് ഗുപ്ത രാജവംശത്തിലെ രാജാക്കന്മാര് ചില ക്ഷേത്രങ്ങളൊക്കെ തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. इनके आलम चौहान परमार आदि राजवंशों के बनाए हुए कोई सुंदर महल और मंदिर भी देखे सकेंगे. ഇതാണ് ചൗഹാന്റെ കാലഘട്ടത്തിലും അതുപോലെ പാർമറിന്റെ കാലഘട്ടത്തിലൊക്കെ മനോഹരമായ കൊട്ടാരങ്ങളും അതുപോലെ എന്താണ് ക്ഷേത്രങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇന്ന് പഠിപ്പിച്ച് ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ചാപ്റ്ററിലെ എക്സസൈസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു ഓൾ.